ഹലോ സ്റ്റുഡൻസ്, നമുക്കുണ്ടല്ലോ സെക്ഷൻ സിയിൽ നിന്ന് ഗ്രാമർ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പം ഗ്രാമർ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ അറ്റൻഡ് ചെയ്യണം, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ഗ്രാമർ സെക്ഷനിൽ കൂടുതലും ചോദിക്കുന്നത് ഇൻഡയറക്റ്റ് സ്പീച്ച് ചോദിക്കാം, പിന്നെ വെർബിൻ്റെ അപ്രോപ്രിയേറ്റ് യൂസേജ് ആണ്. അപ്പം വെർബ് നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് തരും, അതിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെ കൊടുക്കണം. അപ്പോൾ നമുക്ക് അതിൻ്റെ ബ്രാക്കറ്റിൽ തന്നെ ആ ഒരു വേർബ് അവിടെ ഫില്ല് ചെയ്യാനുള്ള വേർബ് തരുന്നതായിരിക്കും. അത് ഏത് ഫോമിൽ ഏത് ടെൻസിലാണോ ആ ഒരു വേർബ് യൂസേജ് വരുന്ന കാര്യങ്ങളും ചെയ്തു കൊടുക്കാനാണ്. പിന്നെ ചോദിക്കുന്ന കൺജഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിങ്കിങ് വേർഡാണ്. ലിങ്കിങ് വേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയില്ല, ബിക്കോസ്, ആൻഡ്, ആർ, ഫോർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതെല്ലാം ലിങ്കിങ് വേർഡ്സ് ആണ്. അപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് അതിൽ ഏത് ഭാഗത്താണ് ഈ ഒരു ലിങ്കിങ് വേർഡ് വെച്ചിട്ട് നമുക്ക് ജോയിൻ ചെയ്യേണ്ടത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് കേട്ടോ ഈ ഒരു ഗ്രാമർ സെക്ഷനിൽ നിങ്ങളോട് ചോദിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളുടെ ഒരു ചെറിയ എക്സ്പ്ലനേഷൻ വീഡിയോ ആണ് ഇപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ആദ്യം നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിനെ കുറിച്ച്, റിപ്പോർട്ടഡ് സ്പീച്ച് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയും. എങ്ങനെയാണ് റിപ്പോർട്ടഡ് സ്പീച്ച് ചെയ്യുന്നത്? ഇതിൻ്റെ ഈ ഒരു ഈസി ടിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെൻസ് ഷിഫ്റ്റ് റൂളാണ് ഫസ്റ്റ് വരുന്നത്. അതായത് മൂവ് വൺ സ്റ്റെപ്പ് ബാക്ക് ഇൻ ടൈം. അപ്പോൾ അത് പറയണമെങ്കിൽ നിങ്ങൾക്ക് എന്താണ് എക്സാമ്പിൾസ് അറിഞ്ഞിരിക്കണം അല്ലേ. നമുക്കിവിടെ എക്സാമ്പിൾസ് നോക്കാം. പ്രസൻറ്റ് സിമ്പിളിനെ നമ്മൾ പാസ്റ്റ് സിമ്പിളിലേക്ക് മാറ്റുന്നതാണ് ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത്. ഡയറക്റ്റ് സ്പീച്ചിൽ എന്തായിരിക്കും? പ്രസൻറ്റ് സിമ്പിളായിരിക്കും ഉണ്ടാവുന്നത്. ആ ഒരു സിമ്പിൾ പ്രസൻറ്റ് നമ്മൾ എന്തായി മാറ്റുന്നുണ്ട്? പാസ്റ്റ്, കഴിഞ്ഞു പോയ കാര്യമായിട്ട് പാസ്റ്റ് സിമ്പിളായിട്ട് മാറ്റുന്നത്. അതാണ് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു പ്രസൻറ്റ് സിമ്പിൾ പാസ്റ്റ് സിമ്പിളിൻ്റെ കേസിൽ വരുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ എക്സാമ്പിൾ എന്ന് നോക്കാം. ഐ ലൈക്ക് കോഫി, ഷീ സെഡ്. ഇത് പ്രസൻറ്റ് സിമ്പിളിലാണ് ഈ ഒരു എക്സാമ്പിൾ വരുന്നത്. ഐ ലൈക്ക് കോഫി, ഷീ സെഡ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഇവിടെ ഒരു ഇൻവേർട്ടഡ് കോമയിൽ ഇങ്ങനെ എഴുതും, ഐ ലൈക്ക് കോഫി എന്ന് പറഞ്ഞിട്ട് എഴുതും, ആൻഡ് ഷീ സെഡ്. ഓക്കെ അല്ലേ? ഇനി ഈ ഒരു ഡയറക്റ്റ് സ്പീച്ചിനെ നമ്മൾ ഇൻഡയറക്റ്റ് ഫോമിലേക്ക് എഴുതണം. അപ്പോൾ ഇൻഡയറക്റ്റ് ഫോമിലേക്ക് എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ ഡബിൾ ഇൻവേർട്ടഡ് കോമ കാണും അല്ലേ, അത് ജസ്റ്റ് ഒന്ന് ഒഴിവാക്കുക. പിന്നെ ചെയ്യേണ്ടത് അതിലെ സബ്ജക്റ്റ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അവരെ ഫസ്റ്റ് എഴുതണം. ആരാണ്? ഇവിടെ ഷീ സെഡ് എന്നാണ് പറയുന്നത്, അവൾ പറഞ്ഞു എന്നാണ് അല്ലേ, ഷീ സെഡ്. പിന്നെ എന്താണ് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഐ ലൈക്ക് കോഫി. ഒരു തേർഡ് പേഴ്സണിനോട് പറയുന്ന പോലെ ആയിരിക്കണം നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ പറയുന്നത്. അതായത് ഫസ്റ്റ് പേഴ്സണും സെക്കൻഡ് പേഴ്സണും തമ്മിൽ സംസാരിക്കുന്നത്. അപ്പം ഈ ഒരു ഫസ്റ്റ് പേഴ്സൺ ആണ് പറയുന്നത് എനിക്ക് കോഫി ഇഷ്ടമാണെന്ന്. ആരോടാ പറയുന്നത്? ഈ ഒരു സെക്കൻഡ് പേഴ്സണിനോട്. ഓക്കെ, അപ്പോൾ അവർ തമ്മിലുള്ള സംഭാഷണമാണ് ഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു സെക്കൻഡ് പേഴ്സൺ തേർഡ് പേഴ്സണിനോട് പറയുന്നു. നമ്മളിപ്പോൾ രഹസ്യം പറയുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ രഹസ്യം പരസ്യമാക്കുക എന്നൊക്കെ പറയാം. ഇവിടെ ഒരാൾ പറഞ്ഞ കാര്യം നമ്മൾ മറ്റൊരാളോട് പറയുന്നത്. അപ്പോൾ ഈ ഒരു സെക്കൻഡ് പേഴ്സൺ എങ്ങനെയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക മൂന്നാമത് ഒരാളോട്? മലയാളത്തിൽ ചിന്തിക്കുന്നതാണെങ്കിൽ എങ്ങനെ പറയും? അതായത് മൂന്നാമത്തെ ആളോട് രണ്ടാമത്തെ പേഴ്സൺ പറയും, അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾക്ക് കോഫി ഇഷ്ടമാണെന്ന് അല്ലേ, അവൾ എന്നാണ് മെൻഷൻ ചെയ്യുന്നത്. പിന്നെ അവൾക്ക് കോഫി ഇഷ്ടമുണ്ടായിരുന്നു എന്ന്. പക്ഷേ ഈ ഒരു ഫസ്റ്റ് ഡയറക്റ്റ് സ്പീച്ചിൽ എന്താ പറയുന്നത്? എനിക്ക് കോഫി ഇഷ്ടമുണ്ടായിരുന്നു എന്ന്. അവിടെ ഡിഫറൻസ് മനസ്സിലായോ? അപ്പോൾ ഇത് തന്നെയാണ് ഇംഗ്ലീഷിൽ ചോദിക്കുന്നത്, ഡയറക്റ്റും ഇൻഡയറക്റ്റ് സ്പീച്ചിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു എക്സാമ്പിൾ വന്നിട്ടുള്ളത് ഐ ലൈക്ക് കോഫി, ഷീ സെഡ്. ഇതിനെ എങ്ങനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റും? അപ്പോൾ എന്താണ് നമ്മൾ ഫസ്റ്റ് റിമെമ്പർ ചെയ്യുന്നത്? നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു ഡയറക്റ്റ് സ്പീച്ചിലെ ഇൻവേർട്ടഡ് കോമാസ് ഒഴിവാക്കണം. ഇൻവേർട്ടഡ് കോമാസ് ഒഴിവാക്കിയിട്ട് അതിൽ സബ്ജക്റ്റ് ഉണ്ടാവില്ല, ദാറ്റ് ഇസ് ഷീ. അവൾ എന്താണ് പറഞ്ഞതായിരുന്നു അല്ലേ, അതുകൊണ്ട് ഷീ സെഡ്. ഇനി ഈ ഒരു സെഡിൻ്റെ കേസിൽ നമുക്ക് ഓർഡർ കൊടുക്കാം. അതായത് ആ ഒരു ഡോർ ഒന്ന് ഷീ ഓർഡർഡ് ദാറ്റ് ഓപ്പൺ ദി ഡോർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം.
അപ്പോൾ ഇവിടെ എന്താണ് വരുന്നത്? അവൾ പറഞ്ഞിരിക്കുന്ന വാചകത്തിനനുസരിച്ചാണ് ഈ ഒരു ഇത് മാറുന്നത്. ഓക്കെ, അപ്പം ഷീ സെഡ് എന്നാണ് പറയുന്നത്, അവൾ പറഞ്ഞതായിരുന്നു. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഷീ സെഡ് ഷീ ലൈക്ക് അല്ലേ, ലൈക്ക്ഡ് കോഫി. ഇത് പാസ്റ്റിലേക്കാണ് വരുന്നത്. അപ്പോൾ ലൈക്ക്ഡ് എന്നാണ് നമ്മൾ കൊടുക്കുന്നത്, ED ഫോം ചേർക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് പ്രസൻറ്റ് കണ്ടിന്യൂസിൽ വരുന്നതാണെങ്കിൽ എന്താ ചെയ്യുക നമ്മൾ? ഐ ആം റീഡിങ് ഹി സെഡ്. അപ്പോൾ ഇത് ഇൻഡയറക്റ്റിലേക്ക് വരുമ്പോൾ എങ്ങനെ ചെയ്യാം? പാസ്റ്റ് കണ്ടിന്യൂസിലാക്കുന്നത് ഹി സെഡ് അല്ലേ, അവിടെ സബ്ജക്റ്റിനും നമ്മൾ എടുത്തു ഹി സെഡ്. അവൻ പറയുകയാണ് ഉണ്ടായിരുന്നത് അല്ലേ, അതുകൊണ്ട് ഹി സെഡ് എന്ന് കൊടുക്കും. പിന്നെ എന്താണ് അവൻ പറഞ്ഞതാണ്? ഹി സെഡ് ഹി. ഇവിടെ നിങ്ങൾ നോക്കൂ, ആം ആണ് വരുന്നത്. ഐ ആം റീഡിങ് ആണ്. ആം എന്തായിട്ട് മാറും? ഡയറക്റ്റ് സ്പീച്ച് എന്ന് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് പോകുമ്പം വോസ് ആയിട്ട് മാറുന്നതായിരിക്കും. അപ്പം ഹി സെഡ് ഹി വോസ് റീഡിങ്. ഓക്കെ അല്ലേ? ഹി വോസ് റീഡിങ്. ഇനി നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. കുറച്ചധികം എക്സാമ്പിൾസ് ഈ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് ചെയ്ത് കഴിഞ്ഞാലേ നിങ്ങൾക്ക് ഇതിൽ കുറച്ചും കൂടെ എന്താണ് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ. നെക്സ്റ്റ് വരുന്നത് പാസ്റ്റ് സിമ്പിളുള്ള ഒരു ഡയറക്റ്റ് സ്പീച്ച് ആണെങ്കിൽ അത് എന്തിലായിരിക്കും വരുന്നത്? പാസ്റ്റ് പെർഫെക്റ്റിലായിരിക്കും വരുന്നത്. അതായത് ഇൻ കേസ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഡയറക്റ്റ് സ്പീച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലേ, ഐ വിസിറ്റഡ് പാരീസ് ഷീ സെഡ്. അപ്പോൾ എന്താണ് നമ്മൾ എഴുതുന്നത്? ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് വരുമ്പോൾ അതെങ്ങനെ എഴുതുന്നത്? ആ ഇൻവേർട്ടഡ് കോമാസ് ഒഴിവാക്കുക, അതിനുശേഷം നമ്മൾ സബ്ജക്റ്റ് എഴുതും. ഷീ, അവൾ എന്താണ് പറയുകയാണ് ചെയ്തത് അല്ലേ? ഷീ സെഡ്. ഷീ ഹാഡ് വിസിറ്റഡ് അല്ലേ, ഇവിടെ V3 പാസ്റ്റ് സിമ്പിൾ ആണ് വരുന്നത്. അപ്പം V3, അപ്പം ഹാഡ് വിസിറ്റഡ് എന്ന് വരും. ഹാഡ് വിസിറ്റഡ് പാരീസ്. ഓക്കെ അല്ലേ? ഇനി വരുന്നത് എങ്ങനെയാണ് ചേഞ്ച് വരുന്നതെന്നാണ്. വിൽ ഉണ്ടാവല്ലോ, വിൽ ആൻഡ് ക്യാൻ. അത് വില്ല് വുഡ് ആവുന്നുണ്ട്, ക്യാന് കുഡ് ആവുന്നുണ്ട്. അപ്പം വില്ല് വരുന്ന ഒരു സെൻറ്റൻസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എങ്ങനെ ചേഞ്ച് ചെയ്യാന്നാണ് ഈ ഒരു 2 എക്സാമ്പിൾസ് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്ന എന്താണ് ഡയറക്റ്റ് സ്പീച്ചിൽ എന്താ കൊടുത്തിരിക്കുന്നത്? ഐ വിൽ കം ഹി സെഡ്. അപ്പോൾ നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ഹി സെഡ് അല്ലേ, ഫസ്റ്റ് സബ്ജക്റ്റ് എഴുതി ഹി സെഡ് ഹി വുഡ് കം. ഇവിടെ വിൽ കം എന്നത് വിൽ എന്താവുന്നുണ്ട്? വുഡായി മാറുന്നുണ്ട്. അപ്പം വിൽ കം ഉള്ളത് വുഡ് കം ആയി മാറും. ഓക്കെ അല്ലേ? അധികം ഈ ഒരു വുഡ് കം വിൽ കം അത് ചേഞ്ച് ചെയ്യാനായിരിക്കും കേട്ടോ ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ കേന് കുഡാക്കാനേ ആണ് ഉണ്ടാവുന്നത്, ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആക്കാൻ ഉണ്ടാവുന്നത് കേട്ടോ. പിന്നെ അല്ലെങ്കിൽ പ്രസൻറ്റ് സിമ്പിളിൽ പാസ്റ്റ് സിമ്പിളിലാക്കുന്നത്, പ്രസൻറ്റ് കണ്ടിന്യൂസ് പാസ്റ്റ് കണ്ടിന്യൂസ്. അപ്പോൾ ഈ ഒരു സെഷന് ഇൻ കേസേ ഉണ്ടാവത്തുള്ളൂ. ബാക്കി 4 സെക്ഷൻസും അധികം നിങ്ങൾക്ക് പെട്ടെന്ന് ചേഞ്ച് ചെയ്യാനുള്ള രീതിയിൽ ഈസി ആണല്ലോ. അപ്പം അങ്ങനെ തരുന്നതായിരിക്കും. ഇനി ക്യാൻ എന്തായിരിക്കും? കുഡ് ആവുന്ന ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഐ ക്യാൻ സ്വിം ഷീ സെഡ്. അപ്പോൾ എന്താ നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ എഴുതേണ്ടത്? ഷീ സെഡ് ഷീ കുഡ് സ്വിം അല്ലേ? ഷീ സെഡ് ഷീ കുഡ് സ്വിം. അങ്ങനെ ആയിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് എഴുതി കൊടുക്കേണ്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് വരുന്നത് കേട്ടോ. പിന്നെ നിങ്ങളൊരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഡയറക്റ്റ് സ്പീച്ചിൽ നിന്ന് ഇൻഡയറക്റ്റ് സ്പീച്ചിൽ അല്ലെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറുമ്പം ചില കാര്യങ്ങളും ചേഞ്ച് വരുന്നുണ്ട്. നേരത്തെ വില്ല് കുഡ് ആവുമെന്ന് പറഞ്ഞല്ലോ, അതേപോലെ തന്നെ ടുഡേ എന്ന് പറയുന്നത് ദാറ്റ് ഡേ എന്നായിരിക്കും കേട്ടോ വരുന്നത്. ടുമാറോ അതെന്താണ്? ദി നെക്സ്റ്റ് ഡേ എന്നായിരിക്കും പറയേണ്ടത്. യെസ്റ്റർഡേനെ കുറിച്ചാണ് ആ ഒരു സെൻറ്റൻസ് പറയുന്നെങ്കിൽ അത് ദ പ്രീവിയസ് ഡേ എന്ന് പറയണം. ഹിയർ ആണെങ്കിൽ ദർ എന്നായിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ഫസ്റ്റ് വരുന്നത് ഐ വിൽ ഗോ ടുഡേ ഷീ സെഡ് അല്ലേ, ഐ വിൽ ഗോ ടുഡേ എന്ന്. അപ്പോൾ അത് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് വരുമ്പോൾ നമ്മൾ ഷീ സെഡ്, ആദ്യം ഷീ സെഡ് എന്ന് തന്നെ എഴുതി വെക്കാം. ആൻഡ് ഷീ വുഡ് അല്ലേ, വിൽ ഗോ എന്നാണ്. അപ്പം വിൽ എന്തായി മാറുന്നത്? വുഡായി മാറും. വുഡ് ഗോ ആയി മാറും. വുഡ് ഗോ
ടുഡേ, ടുഡേ എന്നാണ് പറയുന്നത്. ടുഡേ എന്തായിട്ടാണ് മാറുന്നത്? ദാറ്റ് ഡേ ആയിട്ട് മാറും. അപ്പം ഷീ സെഡ് ഷീ വുഡ് ഗോ ദാറ്റ് ഡേ. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് എക്സാമ്പിൾ നമുക്ക് നോക്കാം. ടുമാറോ നെക്സ്റ്റ് ഡേ ആകുന്ന എക്സാമ്പിൾ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് നമുക്ക് തന്ന ആ ഒരു ഡയറക്റ്റ് സ്പീച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വിൽ ഗോ ടുമോറോ എന്നാണ്. അപ്പോൾ ഇത് ഇൻഡയറക്റ്റ് സ്പീച്ച് ആയിട്ട് അല്ലെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ച് ആയിട്ട് നമ്മൾ എഴുതുന്ന എങ്ങനെയാണ്? ഷീ സെഡ് ഷീ വുഡ് അല്ലേ? ഐ വിൽ എന്നാണ് വരുന്നത്. വില്ല് വരുമ്പോൾ വുഡ് ആയിട്ട് മാറും. ഇവിടെ ക്യാൻ ആണ് വരുന്നതെങ്കിൽ കുഡ് ആയിട്ടായിരിക്കും മാറുന്നത്. ഓക്കെ അല്ലേ? ഷീ വുഡ് ഗോ ടുമോറോ എന്നാണ് പറയുന്നത്. ടുമോറോ എന്തായിട്ട് മാറുന്നത്? ദി നെക്സ്റ്റ് ഡേ ആയിട്ടാണ് അല്ലേ വരുന്നത്. ദി നെക്സ്റ്റ് ഡേ. അപ്പോൾ ഇവിടെ എന്താണ്? ഐ വിൽ ഗോ ടുമാറോ എന്ന് പറഞ്ഞുള്ള ഡയറക്റ്റ് സ്പീച്ചിനെ നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ച് ആക്കി മാറ്റിക്കഴിഞ്ഞാൽ എന്താ അത് വരുന്നത്? ഷീ സെഡ് ഷീ വുഡ് ഗോ ദി നെക്സ്റ്റ് ഡേ എന്നായിരിക്കും. ഇനി യെസ്റ്റർഡേ വെച്ചിട്ട് ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഐ വന്റ് യെസ്റ്റർഡേ. അപ്പോൾ അതാണ് ഇൻഡയറക്റ്റ് സ്പീച്ച് വരുന്നത്, സോറി ഡയറക്റ്റ് സ്പീച്ച് വരുന്നത്. അപ്പോൾ അതിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആക്കുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? ഐ വന്റ് യെസ്റ്റർഡേ എന്നാണ്. അപ്പോൾ ഇവിടെ ഷീ തന്നെ പറയണമെന്നില്ല കേട്ടോ. നമുക്ക് ഐ വന്റ് യെസ്റ്റർഡേ എന്ന് പറഞ്ഞിട്ട് ഷീ സെഡ്, സോറി ഇവിടെ എന്താണ്? ഷീ സെഡ് എന്ന്, ഷീ ഓർ ഹീ നമുക്ക് ചെയ്യാം. അത് ഇവിടെ സ്പെസിഫൈ ചെയ്യുന്നില്ല ആരെന്ന്. അപ്പം നമുക്ക് എന്താണ് ഇവിടെ വേണമെങ്കിൽ ഹീ ഇപ്പം കൊടുക്കാം. ഹീ സെഡ്, ഹീ വരുമ്പോൾ എന്താണ്? ഹീ സെഡ് ഹീ ഹാഡ് എന്നായിരിക്കും. ഇവിടെ ഷീ ഹാഡ് അല്ലേ, അപ്പം ഹീ ഹാഡ് എന്ന് വരും. ഹീ ഹാഡ് ഗോൺ. ഹാഡ് വരുമ്പം നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ഇത് ഏതാണ് വരുന്നത്? പാസ്റ്റ് സിമ്പിളിന് പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് പോവുകയാണ് അല്ലേ. അതായത് സിമ്പിൾ പാസ്റ്റിന്ന് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് പോകുന്നതാണ്. ഇവിടെ വെന്റ് എന്നാണ്. അതായത് ഇവിടെ നിങ്ങൾ തന്നിരിക്കുന്നതിൽ V2 ഫോമാണ് കാണുന്നത്. വെർബിൻ്റെ സെക്കൻഡ് ഫോം ആണ് നിങ്ങൾക്ക് ഡയറക്റ്റ് സ്പീച്ചിൽ തന്നിരിക്കുന്നതാണെങ്കിൽ അതിൻ്റെ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ എന്തായിരിക്കും ഉണ്ടാവുന്നത്? ഹാഡ് പ്ലസ് V3 ആയിരിക്കും കേട്ടോ. ഹാഡ് പ്ലസ് V3 ആയിരിക്കും ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് പോകുമ്പോഴത്തേക്ക് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ വേർബിൻ്റെ സെക്കൻഡ് ഫോം ഐ വന്റ് യെസ്റ്റർഡേ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം വേർബിൻ്റെ സെക്കൻഡ് ഫോമാണ് V2. അതെങ്ങനെയാണ് മാറുന്നത്? ഹാഡ് പ്ലസ് V3 ആയിട്ട് മാറും. അപ്പം നമ്മൾ പറയുമ്പം ഹീ, ഇവിടെ ഹീ കൊടുക്കാം നമുക്ക്. ഇവിടെ ഷീ ആണ്, എന്നിരുന്നാലും നമുക്ക് ഹീ വെച്ച് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഹീ സെഡ് ഹീ ഹാഡ് അല്ലേ. ഇത് ഡയറക്റ്റിൽ V2 ആയതുകൊണ്ട് ഇൻഡയറക്റ്റ് ചെയ്യുമ്പം ഹീ ഹാഡ്. ഇനി V3 ഫോമാണ് കൊടുക്കുന്നത്. വെൻറ്റിൻ്റെ V3 ഫോം, അതായത് ഗോ, വെൻറ്റ്, ഗോൺ എന്നാണ് വരുന്നത്. ഫസ്റ്റ് V1 ഇതാണ് വരുന്നത്. വേർബിൻ്റെ ഫസ്റ്റ് ഫോമാണ് ഗോ എന്ന് പറയുന്നത്. വെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ V2 ഫോമാണ്. ആൻഡ് ഗോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ V3 വേർബിൻ്റെ തേർഡ് ഫോമാണ് വരുന്നത് ഈ ഒരു കേസിൽ. അപ്പം ഹീ സെഡ് ഹീ ഹാഡ് ഗോൺ ദി, ഇവിടെ നോക്കൂ യെസ്റ്റർഡേ എന്നാണ് വരുന്നത്. അപ്പോൾ യെസ്റ്റർഡേ നമ്മുടെ റിപ്പോർട്ടഡ് സ്പീച്ചിൽ വരുമ്പോൾ എന്താണ്? ദ പ്രീവിയസ് ഡേ ആയിട്ട് മാറും അല്ലേ. അപ്പോൾ ഇവിടെ ദി പ്രീവിയസ് ഡേ എന്ന് വരും. ഓക്കെ. ഇനി അതേപോലെ തന്നെ ഹിയർ എന്തായിട്ട് മാറുന്നുണ്ട്? ദെയർ ആയിട്ട് മാറുന്നുണ്ട്. ഡയറക്റ്റ് സ്പീച്ചിൽ ഐ എം ഹിയർ എന്നുള്ളത് എന്ത് ആയി മാറുന്നുണ്ട്? ഹി സെഡ് ഹി വാസ് ദർ അല്ലേ. ഹി സെഡ് ഹി വാസ്, ഹിയർ എന്നുള്ളത് ദെയർ ആയിട്ട് മാറും. ആം ഉള്ളതാണ് കേട്ടോ ഇവിടെ വോസ് ആയിട്ട് മാറിയത്, അത് ശ്രദ്ധിക്കാം. ആം വോസ് ആയിട്ടാണ് മാറുന്നത്. അപ്പം ഹി സെഡ് ഹി വാസ് ദർ. ഓക്കെ. അപ്പം എന്തൊക്കെ മാറുന്നുണ്ട്? ഐ ഉള്ളത് ഷീ ഓർ ഹീ ആവുന്നുണ്ട്. ആം ഉള്ളത് വോസ് ആവുന്നുണ്ട് അല്ലേ. പിന്നെ ആണെങ്കിൽ ടുഡേ ഉള്ളത് ദാറ്റ് ഡേ ആവും. ടുമോറോ ഉള്ളത് ദ നെക്സ്റ്റ് ഡേ ആവുന്നുണ്ട്. യെസ്റ്റർഡേ ഉള്ളത്
ദ പ്രീവിയസ് ഡേ ആൻഡ് ഹിയർ ഉള്ളത് ദാറ്റ് ആവുന്നത്. പിന്നെ വില്ല് വുഡായി മാറും ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് പോകുമ്പോൾ, ക്യാന് കുഡായി മാറും. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റിപ്പോർട്ടഡ് സ്പീച്ച് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ നമുക്കൊന്ന് കൂടെ നോക്കാം, എന്താണ് ഒരു പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഷീ സെഡ്. നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് നമുക്ക് എന്തായിട്ട് ഇൻഡയറക്റ്റ് സ്പീച്ചിൽ എങ്ങനെ ആവുമെന്ന് നോക്കാം. ഷീ സെഡ് എന്താണ് അവൾ പറഞ്ഞിരിക്കുന്നത്? ഐ ആം ടയേർഡ്. ഐ ആം ടയേർഡ് എന്ന് പറയാം. ഓക്കെ അല്ലേ? അപ്പം ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഷീ സെഡ് ഐ ആം ടയേർഡ്. അപ്പം ഇതിനെ നിങ്ങൾ എന്താക്കണം എന്നറിയോ? ഇൻഡയറക്റ്റിലേക്ക് മാറ്റണം. ഇതിനെ ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ എന്താ നമ്മൾ ചെയ്യുന്നത്? ഫസ്റ്റ് ഇത് തന്നെ എഴുതൂ അല്ലേ? അല്ലെങ്കിൽ ഇത് ലാസ്റ്റ് കൊടുത്താണെങ്കിൽ ഏതാണോ സബ്ജക്റ്റിനെ ഫസ്റ്റ് തന്നെ എഴുതും. ഷീ സെഡ്. ഇനി ഇൻവേർട്ടഡ് കോമാസ് ഒഴിവാക്കണം അല്ലേ? അപ്പം അത് എലിമിനേറ്റ് ചെയ്യും. എന്നിട്ട് എന്താ നമുക്കറിയാം, ഐ ആം ടയേർഡ് എന്നാണ് അവൾ പറഞ്ഞിട്ടുള്ളത്. അപ്പം ആം കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയണം അത് മാറ്റണം. ആം എന്തായിട്ട് മാറും? വോസ് ആയിട്ട് മാറും അല്ലേ? ഇവിടെ ഐ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഐ എന്ന് പറഞ്ഞാൽ അവളെ എന്തായിട്ടാ പിന്നെ നമ്മൾ പറയുന്നത്? ഷീ എന്ന് തന്നെയാണ്. ഷീ സെഡ് ഷീ. ആം എന്തായിട്ട് മാറുന്നുണ്ട്? വോസ് ആയി മാറുന്നു. ഷീ സെഡ് ഷീ വോസ് ടയേർഡ് അല്ലേ? അപ്പം അത് മാറ്റേണ്ട ആവശ്യമില്ല. ടയേർഡ്. അപ്പം ഇത്രയേ ഉള്ളൂ ഒരു എക്സാമ്പിൾ വരുന്നത്. നെക്സ്റ്റ് ഒരു എക്സാമ്പിളും കൂടെ ഇവിടുന്ന് സെക്ഷനിൽ നോക്കാം. ഹി സെഡ് എന്താവും പറഞ്ഞിരിക്കുന്നത്? ഐ വിൽ കോൾ യു ടുമോറോ. ഇത് ഇൻവേർട്ടഡ് കോമയാണ് കേട്ടോ. ഐ വിൽ കോൾ യു ടുമോറോ. അപ്പോൾ ഇത് രണ്ടും ഇൻവേർട്ടഡ് കോമയിലാണ്. ഐ വിൽ കോൾ യു ടുമോറോ എന്നുള്ളത് ഇൻവേർട്ടഡ് ഡബിൾ ഇൻവേർട്ടഡ് കോമയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത്, ഡയറക്റ്റ് സ്പീച്ച്. ഇതിനെ നമ്മൾ എന്താക്കി മാറ്റുന്നുണ്ട്? ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആക്കാനാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ എന്താ നമ്മൾ ചെയ്യും? ഫസ്റ്റ് ഈ സബ്ജക്റ്റ് എഴുതും അല്ലേ? ഹി സെഡ്. പിന്നെ എന്താണ്? ഇൻവേർട്ടഡ് കോമേഴ്സിൻ്റെ ഉള്ളിലുള്ളതാണ് എഴുതേണ്ടത്. അപ്പോൾ ആ ഒരു കോമ എലിമിനേറ്റ് ചെയ്യും. ഹി സെഡ് ഐ വിൽ എന്നാണ്. ഐ എന്തായിട്ട് മാറുന്നു? അവന് ഇത് തേർഡ് പേഴ്സണോട് പറയുന്നതാ. അപ്പോൾ ഐ ഹി ആയിട്ട് മാറും അല്ലേ? ഇനി വില്ല് എന്തായിട്ട് മാറും? വില്ല് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വില്ല് വുഡായിട്ട് മാറുന്നു. അപ്പം വില്ല് വുഡായി മാറും. ഹി സെഡ് ഹി വുഡ്. ഹി വുഡ് കോൾ മീ അല്ലേ? ആരോടാ? ഈ ഒരു ഫസ്റ്റ് പേഴ്സൺ ആണ് സെക്കൻഡ് പേഴ്സണിനോട് പറഞ്ഞേ. ഇനി ഈ ഒരു സെക്കൻഡ് പേഴ്സൺ തേർഡ് പേഴ്സണിനോടാണ് പറയുന്നത്. അപ്പം ഈ ആദ്യത്തെ ആൾ രണ്ടാമത്തെ ആളോട് നിന്നെ ഞാൻ വിളിക്കുന്ന പറയുന്നത് അല്ലേ? അപ്പം ഇവിടെ എന്താണ്? ഇയാൾ വിളിക്കുകയാണ് പറയുന്നത്. അപ്പോൾ ഐ വിൽ കോൾ യു. യു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സെക്കൻഡ് പേഴ്സണെയാണ് പറയുന്നത്. അപ്പോൾ എന്താണ് അത് മാറുന്നത്? കോൾ മീ ആയിട്ട് മാറും. ദാറ്റ് ഈസ് കോൾ മീ. ടുമോറോ എന്നാണ് വരുന്നത്. ടുമോറോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ വരുന്നത്? ദ നെക്സ്റ്റ് ഡേ ആയിട്ട് മാറും അല്ലേ? ഹി സെഡ് ഹി വുഡ് കോൾ മീ ദി നെക്സ്റ്റ് ഡേ. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് നോർമലി നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഫസ്റ്റ് രണ്ട് പേര് തമ്മിലുള്ള സംഭാഷണം നമ്മൾ രണ്ടാമത്തെ ആളും മൂന്നാമത്തെ ആളും കൂടി പറയുന്നതാണ് ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ ചില കാര്യങ്ങൾ മാറ്റിയിട്ട് ഇംഗ്ലീഷിലേക്ക് ആക്കുമ്പോൾ അതിൻ്റെ രീതിയിൽ ഇത്രയും റൂൾസ് വെച്ചിട്ട് എഴുതാൻ മാത്രം മതി. ഓക്കെ അല്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് കൺജഷൻസ് ആണ്. അതായത് കൺജഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോയിനിങ് വേർഡ്സ്. നിങ്ങൾക്ക് എക്സാമിൽ ഗ്രാമർ സെക്ഷനിൽ ഈ കൺജഷൻസ് ചോദിക്കാറുണ്ട്. അതായത് രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് തരും, എന്നിട്ട് ബ്രാക്കറ്റിലൊരു ജോയിനിങ് വേർഡ് കൊടുക്കും. അപ്പോൾ ഇത് ആ ഒരു രണ്ട് സ്റ്റേറ്റ്മെൻറ്റിനെയും കൂടെ കൂട്ടിച്ചേർക്കണം ഈ ഒരു ജോയിനിങ് വേർഡ് വെച്ചിട്ട്. അതായത് നമ്മളിപ്പം എഴുതൂലേ, ഇവിടെ രണ്ട് വളയങ്ങളുണ്ടാവും, നടുക്കൊരു എന്താണ് ലൈനും ഉണ്ടാവും. അപ്പം ഇതാണ് നമ്മുടെ കൺജഷൻ എന്ന് പറയുന്നത്. എന്താണ്? ജോയിനിങ് വേർഡ്. ഇത് നമ്മുടെ സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും. ക്വസ്റ്റ്യൻ തരുന്നത് ഈ രണ്ടെണ്ണമായിരിക്കും. അപ്പോൾ ഈ ഒരു കൺജഷനെ ബ്രാക്കറ്റിലായിരിക്കും ഇടുന്നത്. അപ്പോൾ ഇത് നമ്മൾ ജോയിൻ ചെയ്യണം. ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റിനെ ഇത് വെച്ച് ജോയിൻ ചെയ്യണം. ഓക്കെ അല്ലേ? നമ്മളിപ്പോൾ പശ ഒട്ടിക്കൂലേ? രണ്ട് പൊട്ടിപ്പോയ കാര്യങ്ങളെ വെച്ച് പശ വെച്ചിട്ട് ഒട്ടിക്കും. അപ്പോൾ ഈ ഒരു പശയാണ് കൺജഷൻ എന്ന് പറയുന്നത്, സിമ്പിളായിട്ട് പറയാന്നുണ്ടെങ്കിൽ. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് ഗ്രാമർ സെഷനിലെ ക്വസ്റ്റ്യൻസ് ഒന്നും കൂടെ ഡിസ്കസ് ചെയ്യാം. അതിന് മുൻപേ
ബേസിക് ആയിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ പഠിക്കണം. അതിനുശേഷം നമുക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്താണെന്നുള്ള കാര്യങ്ങൾ അറിയണമല്ലോ. കൺജഷൻ എന്താണ്, പ്രിപ്പോസിഷൻ എന്താണ്, നേരത്തെ പറഞ്ഞ റിപ്പോർട്ടഡ് സ്പീച്ചസ് ഒക്കെ അറിയണം. അതിനുശേഷം മാത്രമേ അത് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കൺജഷൻ മനസ്സിലായില്ലേ? രണ്ട് കാര്യങ്ങളെ തമ്മിൽ ഒട്ടിക്കുന്ന ഒരു സംഭവം, ഇതാണ് കൺജഷൻ. ഇനി കൺജഷന് അത് ഈസി ടിപ്പ് ഉണ്ട് കൺജഷന് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട്. ഇതിനെ കോർഡിനേറ്റിംഗ് കൺജഷൻ എന്നാണ് കേട്ടോ പറയുന്നത്. ഫാൻ ബോയ്സ് എന്നാ പറയുന്നത്. എഫ് സ്റ്റാൻഡ്സ് ഫോർ ഫോർ അല്ലെ, ഫോറിനെ പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഫാൻ ബോയിൽ എഫ് വരുന്നത്. ഇനി എ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻഡ് ആണ്. ഇനി എൻ വരുന്നത് നോറാണ്, ബി വരുന്നത് ബട്ട്, ഒ വരുന്നത് ഓറ്, വൈ വരുന്നത് യെറ്റ്, എസ് വരുന്നത് സോ. അപ്പോൾ ഇതെങ്ങനെ യൂസ്ഫുൾ ആണ്, എങ്ങനെയാണ് ഈ കൺജഷൻ യൂസ് ചെയ്യേണ്ടതെന്ന് നമുക്കൊരു എക്സാമ്പിളിലൂടെ നോക്കാം. ഇപ്പം നിങ്ങൾ നോക്കൂ, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെ ആയിരിക്കും: ഐ വാസ് ഹംഗ്രി. ഇനി നെക്സ്റ്റ് ഐ എയ്റ്റ് ആൻ ആപ്പിൾ. ഇപ്പം ഇങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല നിങ്ങൾക്ക്. ഇനി ഇതിൻ്റെ സൈഡിലായിട്ട് സോ എന്നിട്ട് കൊടുക്കും. ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റിനെയും തമ്മിൽ കൂടി യോജിപ്പിക്കണം ഈ ഒരു കൺജഷൻ വെച്ചിട്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഫൈനൽ നമ്മൾ ആൻസർ ആയിട്ട് എഴുതേണ്ടത്? ഒരു കൺജഷൻസ് ആയിട്ട് ഭയങ്കര ഈസിയാണ് കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അത് എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും. അപ്പോൾ ഇതിൽ സോ എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടത്? ഫസ്റ്റിലാണോ പ്ലേസ് ചെയ്യേണ്ടത്, അതോ മിഡിലായിട്ടാണോ, അല്ലെങ്കിൽ ഇവിടെ പ്ലേസ് ചെയ്താലാണോ ഒരു കറക്റ്റ് പൂർണ്ണമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്? നമുക്കൊന്ന് നോക്കാം അല്ലേ. അപ്പോൾ ഇവിടെ ഐ വാസ് ഹംഗ്രി, നമ്മളോട് ചോദിക്കുന്ന ഐ വാസ് ഹംഗ്രി എന്നാണ് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുള്ളത്. പിന്നെ എന്താണ്, മിക്ക സ്റ്റേറ്റ്മെൻറ്റിലും അതിൻ്റെ നടുവിലായിരിക്കും കേട്ടോ ഈ ഒരു കൺജഷൻ വരുന്നത്. രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് തന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യുക, എന്നിട്ട് നമുക്ക് തന്നിരിക്കുന്ന കൺജഷൻ ഇട്ടതിന് ശേഷം രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് എഴുതുന്നതായിരിക്കും നല്ലത്. അപ്പം കുഴപ്പമുണ്ടാവില്ല അത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ നമുക്കുണ്ടല്ലോ ഐ വാസ് ഹംഗ്രി അല്ലേ, ഐ വാസ് ഹംഗ്രി. ഇനി നമുക്ക് കിട്ടിയിരിക്കുന്ന കൺജഷൻ സോ ആണ്. അപ്പം സോ ഇടാം. സോ ഐ ഏറ്റ് ആൻ ആപ്പിൾ അല്ലേ, ഐ ഏറ്റ് ആൻ ആപ്പിൾ. ഐ വാസ് ഹംഗ്രി അല്ലേ, എനിക്ക് വിശപ്പുണ്ടായിരുന്നു. സോ അതുകൊണ്ട് ഞാൻ ഒരു ആപ്പിൾ എടുത്ത് കഴിച്ചു. അതാണ് ആൻസർ വരുന്നത്. അപ്പോൾ ഇതൊരു കംപ്ലീറ്റ് സെൻറ്റൻസ് ആയി കിട്ടിയല്ലോ നമുക്ക്. അപ്പോൾ ഈ ഒരു കൺജഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിങ്കിങ് വേർഡ്സ് അല്ലെങ്കിൽ ജോയിനിങ് വേർഡ്സ് ആണ് വരുന്നത്. ഓക്കെ അല്ലേ. ഇനി നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നമുക്ക് വേറെ ഒന്ന് നോക്കാം, ഇതും ഒന്നും കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ദാറ്റ് ഈസ് എന്താണ്, ഷീ ഈസ് സ്മാർട്ട്. ഷീ ഈസ് സ്മാർട്ട്. ഇനി ഇവിടെ നമുക്ക് കൊടുത്തിരിക്കുന്ന കൺജഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബട്ടാണ് കേട്ടോ. അത് ബ്രാക്കറ്റിൽ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടാവും. ഷീ ഈസ് സ്മാർട്ട്. ഇനി ലേസി. ഇങ്ങനെ ആയിരിക്കും രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്. ഒന്ന് ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഇവിടെ രണ്ടുണ്ടാവും. ഇത് ജോയിൻ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ സോ സിമ്പിൾ ആണല്ലേ. നമുക്കിത് വെച്ചിട്ടൊന്ന് ജസ്റ്റ് എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഷീ ഈസ് സ്മാർട്ട്. ബട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, ബട്ട് ലേസി അല്ലേ. അങ്ങനെ ഒരു സെൻറ്റൻസ് ആക്കി കൂടെ. ഷീ ഈസ് സ്മാർട്ട്, ഷീ സ്മാർട്ട്, ലേസി. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു സെൻറ്റൻസ് കറക്റ്റ് ആവുമോ? അത് ഇല്ല അല്ലേ. ഷീ സ്മാർട്ട്, അവൾ സ്മാർട്ടാണ്. പക്ഷെ അവൾ എന്താണ്, പക്ഷി എന്നല്ലേ. നമ്മൾ മലയാളത്തിൽ പക്ഷി എന്ന് പറയും. പക്ഷേ മലയാളത്തിൽ എന്താണ് ജോയിനിങ് വേർഡ്സ് ഒക്കെയാണ് പക്ഷി വരുന്നത്. അല്ലെങ്കിൽ അതുകൊണ്ട് ഒക്കെ പറയുമ്പോൾ ഇവിടെ ഷീ ഈസ് സ്മാർട്ട് ബട്ട് ലേസി. ഇനിയിപ്പോൾ നമുക്കിവിടെ വേറൊന്നും കൂടെ ചേർക്കാം. ഷീ സ്മാർട്ട് എന്ന് കൊടുത്തതിന് ശേഷം ഇവിടെ നമുക്ക് വേറെ കൊടുക്കുന്നത് ആൻഡ് ആയിരിക്കാം എന്ന് വിചാരിക്കാം. അപ്പം എന്താണ്, ഷീ സ്മാർട്ട് ആൻഡ് വെച്ചിട്ട് ലേസി നമ്മൾ കൊടുക്കില്ല. അവിടെ എന്താണ്, ഷീ സ്മാർട്ട് ആൻഡ് ഇൻ്റലിജൻറ്റ്. ഒരു കഴിവിനെ സൂചിപ്പിക്കാനാണല്ലോ ആൻഡ് വെച്ചിട്ട് പറയുന്നത്. ഷീ സ്മാർട്ട് ആൻഡ് ഇൻ്റലിജൻറ്റ്. അപ്പോൾ ഇത് ഒരു എക്സാമ്പിളാണ്. ഇനി വേറൊരു എക്സാമ്പിളും കൂടി ഈ ഒരു സെഷനിൽ നമുക്ക് നോക്കാം. യു ക്യാൻ ഹാവ് ടീ. യു ക്യാൻ ഹാവ് ടീ.
രണ്ടാമത് വരുന്നത് കോഫി എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇവിടെ ഒരു ഫുൾ സ്റ്റേറ്റ്മെന്റ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? യു ക്യാൻ ഹാവ് ടീ കോഫി. നിനക്ക് എന്താണ് ടീയോ കോഫിയോ തിരഞ്ഞെടുക്കാം. ഇവിടെ കറക്റ്റ് സെന്റൻസ് ആകുമ്പോൾ അവിടെ ഒരു കൺജഷൻ വേണമല്ലോ അല്ലേ, ഒരു ജോയിനിങ് ആയിട്ടുള്ള വേർഡ് വേണം. അപ്പം എന്ത് നമുക്ക് അവിടെ ഇടുക? യു ക്യാൻ ഹാവ് ടീ ഓർ കോഫി. ഓക്കെ, യു ക്യാൻ ഹാവ് ടീ ഓർ കോഫി. ചായയോ കാപ്പിയോ നിങ്ങൾക്ക് കഴിക്കാം. അപ്പോൾ ഇതാണ് കൺജഷൻ എന്ന് പറഞ്ഞാൽ. സോ സിമ്പിളാണ്, നിങ്ങൾ എത്രമാത്രം പഠിച്ചാൽ മതി. പിന്നെ എന്താണ്, വേറൊരു കൺജഷൻ്റെ വരുന്നുണ്ട്, സബോർഡിനേറ്റ് കൺജഷൻ എന്നാണ് പറയുന്നത്. ISAWAABUB എന്ന് പറഞ്ഞിട്ട്. അതായത് ഇതിൻ്റെ ഒക്കെ എക്സ്പാൻഷനാണ് കൊടുത്തിരിക്കുന്നത്. ഐ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് ആണ്, സിൻസ്, ഓൾട്ടോ, വൈൽ, ആഫ്റ്റർ, എസ്, ബിഫോർ, അണ്ടിൽ, ബിക്കോസ്. അപ്പോൾ ഇതെല്ലാം സബോർഡിനേറ്റ് കൺജഷനാണ്. അപ്പോൾ ഇത് എങ്ങനെ വെക്കാം? നമുക്ക് ഈ ഒരു സബോർഡിനേറ്റ് കൺജഷനിൽ ഇഫ് ഉണ്ടാവുമല്ലോ. ഇഫ് കണ്ടതാണെങ്കിൽ നിങ്ങൾ എന്താ, ഇഫ് അധികം വരുന്നത് ഫ്രണ്ടിലായിരിക്കും കേട്ടോ. ഫ്രണ്ടിലാണ് ഇഫ് വരുന്നത്. ദാറ്റ് ഈസ് നമുക്കൊരു സെൻറ്റൻസ് എക്സാമ്പിൾ നോക്കുന്നതാണെങ്കിൽ, ഇഫ് യു സ്റ്റഡി യു വിൽ പാസ്. ഓക്കെ, അപ്പോൾ ഇഫ് കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തരും, യു സ്റ്റഡി. ഇഫ് ഇവിടെ കൊടുക്കും അവർ ബ്രാക്കറ്റിൽ, എന്നിട്ട് യു വിൽ പാസ് എന്ന് കൊടുക്കും. യു വിൽ പാസ്. അപ്പം നേരത്തെ ഇതുപോലെ യു സ്റ്റഡി ഇഫ് യു വിൽ പാസ് അങ്ങനെ കൊടുക്കാൻ നിൽക്കരുത്. അപ്പോൾ ഇഫ് എവിടെയാണ് വരുന്നത്? ഫ്രണ്ടിലായിരിക്കും വരുന്നത്. ഇഫ് യു സ്റ്റഡി യു വിൽ പാസ്. ഓക്കെ അല്ലേ? പിന്നെ ബിക്കോസ് ഒക്കെ നടുവിലായിട്ടായിരിക്കും കൂടുതലും വരുന്നത്. പിന്നെ ആണെങ്കിൽ ആഫ്റ്റർ എന്താണ്, ആഫ്റ്ററും മുൻപേ വരാനാണ് ചാൻസ് കൂടുതൽ. ആഫ്റ്റർ ഷീ ഫിനിഷ്ഡ് ഹെർ വർക്ക് ഷീ വെൻറ്റ് ഔട്ട്. ഓക്കെ അല്ലേ? അല്ലെങ്കിൽ ബിഫോർ ഷീ ഫിനിഷ്ഡ് ഹെർ വർക്ക് ഇത്ര 3 o'clock അങ്ങനെ പറഞ്ഞിട്ട് ചെയ്യാം. ഇതാണ് കൺജഷൻ്റെത്. സോ സിമ്പിളാണ്. കുറച്ച് എന്താണ് എക്സാമ്പിൾസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ എഴുതാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. ഇനി നെക്സ്റ്റ് സെഷൻ ഇവിടുന്ന് വരുന്നത് പ്രിപ്പോസിഷൻസ് ആണ്. പ്രിപ്പോസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ്, ഓണ്, ഇന്ന്, ടു, ഇൻറ്റു ഇതൊക്കെയാണ് പ്രിപ്പോസിഷൻസ് ആയിട്ട് വരുന്നത്. അറ്റ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? സ്മോൾ പോയിന്റ് അല്ലെങ്കിൽ ഒരു സ്റ്റേഷൻ, അതിനാണ് അറ്റ്. ദാറ്റ് ഈസ് ആ സ്പെസിഫിക് ടൈമിനെ നമുക്ക് വേണമെങ്കിൽ മെൻഷൻ ചെയ്യാം. ഓക്കെ അല്ലേ? ഇനി ഓൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ സഫേഴ്സ്, ഓൺ ദ ടേബിൾ എന്നൊക്കെ നമ്മൾ പറയും അല്ലേ? അല്ലെങ്കിൽ ഓൺ എവിടെ യൂസ് ചെയ്യാം? നമ്മൾ ഒരു സ്പെസിഫിക് ഡേ പറയാൻ വേണ്ടിയിട്ട്. ഹെർ ബർത്ത്ഡേ ഈസ് ഓൺ മൺഡേ എന്ന് പറയും നമ്മൾ അല്ലേ? പിന്നെ ഇന്ന് വരുന്നാണെങ്കിലോ മന്തോ ഇയറോ അല്ലെങ്കിൽ ഒരു പീരീഡോ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ അതുകൂടാതെ നമ്മൾ ചെയ്യുന്നത് ഇൻസൈഡ് ഒരു റൂമിൻ്റെ ഉള്ളിലൊക്കെ കാണിക്കാൻ എന്താണ് ഇന്നാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മന്തോ ഇയറോ വെച്ചിട്ട് ഇന്ന് പറയുമ്പോൾ എന്താ പറയുന്നത്? ഐ വാസ് ബോൺ ഇൻ 2000. ഓക്കെ, ഇനി ടു ഉണ്ട്, അതേപോലെ തന്നെ ഇൻറ്റു. ഇതൊക്കെയാണ് പ്രിപ്പോസിഷൻ വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയേക്കാം. ഇനി നമുക്കുണ്ടല്ലോ ചെറിയൊരു ഈ പ്രിപ്പോസിഷൻ്റെ അവിടുന്ന് ഒരു ഫ്രേസസ്, കോമൺ പ്രിപ്പോസിഷണൽ ഫ്രേസസ് നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് ഗുഡ് അറ്റ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അല്ലെങ്കിൽ ഇവിടെ ഒരു പ്രിപ്പോസിഷൻ ചേർക്കാൻ വേണ്ടിയിട്ടാണ്. മൈ ഹൗസ് ഈസ് ഡാഷ് ദി എൻഡ് ഓഫ് ദി സ്ട്രീറ്റ്. മൈ ഹൗസ് ഈസ് ഡാഷ് ദി എൻഡ് ഓഫ് ദി സ്ട്രീറ്റ്. അപ്പോൾ ഇവിടെ എന്താണ് പ്രിപ്പോസിഷനാണ് വേണ്ടത്? നിങ്ങൾക്ക് ബ്രാക്കറ്റിൽ തരും അച്ചാണോ, ഓണാണോ, ഇന്നാണോ, ഇൻറ്റു ആണോ എന്ന്. അപ്പോൾ ഒന്നെങ്കിൽ ഇത് വായിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് മാച്ച്ഡ് ആയിട്ടുള്ള തോന്നുന്ന, ഇതറിയില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷെ ഇതെന്താ നമ്മൾ പറഞ്ഞ ഒരു പോയിന്റ് അല്ലെ, സ്പെസിഫിക് ഈ പോയിന്റിനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ വരുന്നത്? മൈ ഹൗസ് ഇസ് അറ്റ് ദി എൻഡ് ഓഫ് ദി സ്ട്രീറ്റ് അല്ലേ? ഇവിടെ യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷൻ എന്താണ്? അറ്റ് എന്നാണ് വരുന്നത്. അപ്പോൾ ഇതേപോലെ ആയിരിക്കും പ്രിപ്പോസിഷൻ വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ പ്രിപ്പോസിഷൻ നോക്കി, റിപ്പോർട്ടഡ് സ്പീച്ച് നോക്കി, കൺജഷൻ നോക്കി. ഇനി ഒരു വേർബ്
അപ്രോപ്രിയേറ്റ് വേർബ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് എന്താണ് ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം, എങ്ങനെയാണ് പ്രൊപ്പോസിഷനും റിപ്പോർട്ടഡ് സ്പീച്ചും കൺജഷനും ഒക്കെ ക്വസ്റ്റ്യൻ. ഇനി ഫൈനൽ എക്സാമിൻ്റെ ടേംസിൽ സെക്ഷൻ സി ഗ്രാമർ സെക്ഷനിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നതെന്ന് പറയാം. ഇതിൽ നമ്മൾ ഗ്രാമറിൻ്റെ എക്സ്പ്ലനേഷനും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ, എങ്ങനെയൊക്കെ കാര്യങ്ങൾ വരുന്നത് എന്ന് നിങ്ങൾക്ക് ഇതിലൂടെ തന്നെ ഞാൻ പറഞ്ഞു തരാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. fill in the blanks with the appropriate forms of verb. വെർബിൻ്റെ അപ്രോപ്രിയേറ്റ് ഫോം യൂസ് ചെയ്തിട്ട് താഴെ തന്നിരിക്കുന്ന ഭാഗങ്ങൾ ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിക്കേ. ഷീ ഡാഷ്, ഈ ഒരു ഡാഷിൽ ഇവിടെ കാണുന്ന ഈ ഒരു വേർബ് ഉണ്ടല്ലോ ഫിനിഷ് എന്ന് പറയുന്നത്, അതാണ് ഇവിടെ ഫിൽ ചെയ്യുന്നത്. പക്ഷേ ഏത് ഫോമിലാണ്, ഏത് ടെൻസിലാണ് ഈ ഒരു വേർബ് മാറ്റേണ്ടതെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഹർ ഹോം വർക്ക് ബിഫോർ ഡിന്നർ എവറി ഡേ. അപ്പോൾ ഇവിടെ എന്താ കാണിക്കുന്നത്, ഈ ഒരു സെൻറ്റൻസ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദി ഹാബിച്വൽ ആക്ഷൻ അല്ലേ. ഹാബിച്വൽ ആക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും റെഗുലറായിട്ട് നടക്കുന്ന അല്ലെങ്കിൽ ഹാപ്പൺ ചെയ്യുന്ന ഒരു ആക്ഷനാണ് ഇവിടെ പറയുന്നത്. ഈ കുട്ടി എന്താണ് ഫിനിഷ് ഹർ ഹോം വർക്ക്, ഇങ്ങനെ തന്നെ നമുക്ക് വായിച്ച് നോക്കാം. ഫിനിഷ് ഹർ ഹോം വർക്ക് ബിഫോർ ഡിന്നർ എവറി ഡേ, അതായത് എപ്പോഴും എവറി ഡേ അല്ലേ, അത് ഹാബിച്വൽ ആക്ഷനാണ് വരുന്നത്, എപ്പോഴും നടക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ഹാബിച്വൽ ആക്ഷൻ നടക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടെൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആയിരിക്കും അല്ലേ. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം ആ ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ നമ്മൾ SH ഇവിടെ ഫിനിഷിൽ ഈ ഒരു വേർബ് എൻഡ് ചെയ്യുന്നത് എന്താണ്, SH വെച്ചിട്ട് അല്ലേ. ഇറ്റ്സ് ടേക്സ് ES വെച്ചിട്ട് നമ്മൾ മാറ്റും. എന്തുകൊണ്ടാണ് ഈ ഒരു ഈ ഒരു SH ESലേക്ക് മാറ്റുന്നത്? ദാറ്റ് ഈസ് നമ്മുടെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു സബ്ജക്റ്റ് ഉണ്ടല്ലോ, ദാറ്റ് ഈസ് ഷീ. ഈ ഒരു തേർഡ് പേഴ്സൺ, ഈ ഒരു തേർഡ് പേഴ്സൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ്സ് എ സിംഗുലർ. അതായത് നമ്മളിപ്പം ഷീ, ഹി, ഇറ്റ് ഇതൊക്കെ തേർഡ് പേഴ്സൺ ആണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇവരൊക്കെ വരുമ്പം നമ്മളതിനെ ഈ ഒരു വേർബിൻ്റെ കൂടെ ES ആണ് ചേർക്കുക. അപ്പോൾ വേർബ് ഇവിടെ എന്താ എഴുതൽ, ഫിനിഷസ് എന്ന് എഴുതും നമ്മൾ. ഓക്കെ അല്ലേ, ഫിനിഷസ് എന്ന് എഴുതും. അപ്പോൾ ഇതാണ് ഇവിടെയുള്ള ഒരു ടിപ്പ്. അതായത് റെഗുലർ വെർബ് ഇൻ ദ പ്രസൻറ്റ് ടെൻസിൽ I, you, they, we ഇതെല്ലാം പ്ലൂറലാണ് വരുന്നത്. ഇവയ്ക്കൊക്കെ നമ്മൾ ഇവിടെ വേർബ് ഇവിടെ ഫിനിഷ് കൊടുത്തതിനെ കൊണ്ട് അവർ ഫിനിഷ് എന്നായിരിക്കും വരുന്നത്. ഇനി സിംഗുലറിൻ്റെ കേസിൽ വരുന്നത് ഹീയും, ഷീയും, ഇറ്റും ഇവരൊക്കെയാണ് വരുന്നതെങ്കിൽ, തേർഡ് പേഴ്സൺ ആണ് വരുന്നതെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന വേർബ്സ് എങ്ങനെ ഉണ്ടാവും, സിമ്പിൾ പ്രസൻറ്റിലുള്ള വേർബ്സ് ESും കൂടെ ആ ഒരു വേർബിൻ്റെ കൂടെ ചേർക്കും. അതായത് ഫിനിഷ് എന്നാണ് ഇവിടെ നമുക്ക് കൊടുത്തിരിക്കുന്ന വേർബ്. അപ്പോൾ ഇവിടെ എന്താണ്, തേർഡ് പേഴ്സൺ ആണുള്ളത്, കൂടാതെ ഇതൊരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസും കൂടെയാണ്. അപ്പം നമ്മളത് ഫിനിഷസ് എന്ന് കൊടുക്കും. ഓക്കെ അല്ലേ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇതേപോലെ തന്നെ അത് ഏത് ടെൻസിലാണ്, അവിടുത്തുള്ള വേർബ്, ഇതിലെ വേർബ് വരുന്നത് ലിവ് എന്നാണ് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ നോക്കാം. മൈ ഫാമിലി ഡാഷ് ഇൻ ഭോപ്പാൽ ഫോർ 5 years നൗ. അതെന്താണ് ഇവിടെ രണ്ടാമത്തെ എക്സ്പ്ലനേഷനിൽ ഈ ഒരു ഫ്രേസ് പറയുന്നത്, ഫോർ 5 years നൗ അല്ലേ. ഇവിടെ ഫോർ 5 years നൗ, അതായത് മുൻപേ അവർ ജീവിക്കാൻ തുടങ്ങിയതാണ് അവിടെ, അതിപ്പോഴും സ്റ്റിൽ ഗോയിങ് ഓൺ അല്ലേ. ഈ ഒരു ഫ്രേസ് അങ്ങനെയല്ലേ പറയുന്നത്. അതായത് ഈ ഒരു ആക്ഷൻ അവർ താമസിക്കാൻ തുടങ്ങുന്ന ഇതിനെ നമ്മൾ ആക്ഷൻ എന്ന് പറയും. അത് മുൻപേ പാസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്തതാണ്, പക്ഷേ ഇറ്റ്സ് സ്റ്റിൽ കണ്ടിന്യൂ അല്ലേ, അതിപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇവർ പറയുന്നുണ്ട് നൗ എന്ന്, ഇത് ഇപ്പോഴും തുടർന്നുകൊണ്ട് പോകുന്നതിനെ കൊണ്ടല്ലേ നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ടെൻസ് ഏത് ഫോമിലാണ് ഉള്ളത്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂയിങ്ങിലായിരിക്കും കേട്ടോ വരുന്നത്. അപ്പം ഈ ഒരു പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂവിൽ നമ്മൾ ഹീ ഓർ ഷീ, ഇറ്റ് അല്ലെങ്കിൽ ഒരു നെയിം മെൻഷൻ ചെയ്യുന്നതാണെങ്കിൽ അത് ഹാസ് ബീൻ പ്ലസ് ING എന്നായിരിക്കും ഉണ്ടാവുന്നത്. വേർബിൻ്റെ കൂടെ ING കൂടെ ചേർക്കും. ഇനിയിപ്പം IU, they, we തുടങ്ങിയവരാണ് നമുക്കിവിടെ പേഴ്സൺസ് ആയിട്ട് വരുന്നതെങ്കിലാണ് നമ്മൾ യൂസ് ചെയ്യുക ഹാവ് ബീൻ ആണ് കേട്ടോ. ഹാവ് ബീൻ പ്ലസ് വേർബിൻ്റെ ING ഫോം അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ മൈ ഫാമിലി എന്നാണ് അല്ലേ, മൈ ഫാമിലി എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഏതാ യൂസ് ചെയ്യുന്നത്, ഹാസ് ബീൻ പ്ലസ്
വേർബിൻ്റെ ING ഫോം. ഇവിടെ വേർബ് ഇതാ വരുന്നത് ലിവ് ആണ് വരുന്നത് അല്ലേ. ലിവ് വരുമ്പോൾ നമ്മൾ ഇവിടെ എന്താ എഴുതുക, ഇവിടെ ആൻസർ ആയിട്ട് എഴുതേണ്ടത് ഹാസ് ഇട്ട് കൊടുത്തു, നമ്മൾ ഹാസ് ബീൻ ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് വേർബ് ഇതാണ് വരുന്നത് ലിവ് എന്ന് പറയുന്നത്, അതിൻ്റെ ING ഫോമിലേക്ക് എഴുതാം, ഹാസ് ബീൻ ലിവിങ് ഇൻ ഭോപ്പാൽ ഫോർ 5 years നൗ എന്നായിരിക്കും വരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവിടെ 4 എന്നാ പറയുന്നത്, 5 years നൗ എന്ന്. അപ്പം ഇതിൻ്റെ ടിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് പറയാന്നുണ്ടെങ്കിൽ 4ഉം സിൻസും നമ്മൾ യൂസ് ചെയ്യും കേട്ടോ. 4 ഇവിടെ 4 അല്ല യൂസ് ചെയ്തത്. അപ്പോൾ 4 യൂസ് ചെയ്യുന്ന ഒരു ഡ്യൂറേഷൻ അല്ലെങ്കിൽ പീരീഡ് ഓഫ് ടൈമിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എക്സാമ്പിൾ പറയുന്നതാണെങ്കിൽ ഹി ഹാസ് ബീൻ ലിവിങ് ഹിയർ ഫോർ 10 years അല്ലേ, 10 അല്ലെങ്കിൽ 10 വർഷത്തേക്ക് ഇവർ ഇവിടെ ജീവിച്ച് പോരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞില്ല, ഇവിടെ 5 years നൗ എന്ന് പറഞ്ഞു. ഇതെന്താ 4 ഉപയോഗിച്ചതിനെ കൊണ്ടൊരു ടൈം ഡ്യൂറേഷനാണ്, ഒരു പീരീഡാണ് അവർ പറയുന്നത്. ഇനിയിപ്പം ഈ ഒരു 4ന് പകരം ചിലപ്പോൾ സിൻസ് യൂസ് ചെയ്യാം. സിൻസ് 4 കട്ട് ചെയ്തിട്ട് സിൻസ് എന്ന് പറഞ്ഞ് യൂസ് ചെയ്യാം. അപ്പോൾ സിൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ തന്നെ ആയിരിക്കും വരുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയാമെന്നുണ്ടെങ്കിൽ എന്താണ്, ഷീ ഹാസ് ബീൻ ലിവിങ് ഇൻ ഡൽഹി സിൻസ് 2015. ഒരു സ്പെസിഫിക് പോയിന്റ് സിൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പറയുന്നതായിരിക്കും. അപ്പോൾ ഇത്ര മതി, കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ഏത് ടെൻസാണ് ഫസ്റ്റ് നോക്കാം, അതിലുള്ള പേഴ്സൺസിനെ നോക്കാം, ഏതാണ് സിംഗുലർ ആണോ പ്ലൂരൽ ആണോ കാര്യങ്ങളും അതൊക്കെ നോക്കിയിട്ട് മാറ്റാം വേർബിൻ്റെ കാര്യം. ഇനി നെക്സ്റ്റ് നോക്കാം നമുക്ക്. യെസ്റ്റർഡേ ഐ ഇവിടെ ഗോ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു വേർബിനെയാണ് നമുക്ക് ഇവിടെ എഴുതേണ്ടത്. ഏത് ഫോമിൽ എഴുതേണ്ടതെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഇത് ഏതാ ഫ്രേസ്, ഏത് ടെൻസിലാണ് ഈ ഫ്രേസ് എന്ന് നോക്കണം. ടു ദ സ്റ്റോർ ടു ബൈ സം ഗ്രോസറീസ് അല്ലേ. ഇന്നലെ ഞാൻ ഇവിടെ ഗ്രോസറി ഷോപ്പിൽ പോയിട്ട് കുറച്ച് കാര്യങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം നമ്മളിവിടെ എന്താ യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. ഇവിടെ നമുക്ക് ഈ ഒരു വേർഡ് കണ്ടോ, യെസ്റ്റർഡേ എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കൂ, യെസ്റ്റർഡേ എന്ന് പറയുന്നുണ്ട്. യെസ്റ്റർഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കഴിഞ്ഞു പോയ ഒരു ഇവൻ്റാണ് അല്ലേ. കഴിഞ്ഞു പോയ കാര്യത്തിനെയാണ്, പാസ്റ്റ് ഇവൻറ്റിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ വി യൂസ് ദി സിമ്പിൾ പാസ്റ്റ് ടെൻസ്. മുൻപേ കഴിഞ്ഞൊരു കാര്യത്തെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ഉപയോഗിക്കുക, സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് വരുന്നത്. സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ അതിൽ V2 ഫോം, വെർബിൻ്റെ സെക്കൻഡ് ഫോം ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓർക്കുക, സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ വെർബിൻ്റെ സെക്കൻഡ് ഫോമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഇത് മാറുന്നത്, ദാറ്റ് ഈസ് ഇവിടെ നമുക്ക് ഗോ ആ തന്നിട്ടുള്ളത്. ഗോൻ്റെ V2 സിമ്പിൾ പാസ്റ്റിലുള്ള ഫോം ഏതാണ്, വെൻ്റ് ആയിട്ട് മാറും. ഇനി ഇതിൻ്റെ വേർബിൻ്റെ തേർഡ് ഫോം വരുന്നത് ഗോൺ ആയിരിക്കും കേട്ടോ. ഇതേപോലെ വേറൊരു എക്സാമ്പിളും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഈറ്റിൻ്റെ വേർബിൻ്റെ സെക്കൻഡ് ഫോം എന്താ വരുന്നത്, 8 ആണ് വരുന്നത്. ഇനി അതിൻ്റെ തേർഡ് ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈറ്റൺ. ഇനി റൈറ്റ് നോക്കാം നമുക്ക്. റൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റിൻ്റെ വേർബിൻ്റെ സെക്കൻഡ് ഫോം റോട്ടാണ് കേട്ടോ വരുന്നത്. തേർഡ് ഫോം വരുന്നത് റിട്ടൺ എന്നായിരിക്കും. ഇതേപോലെ കുറേ സംഭവങ്ങളുണ്ട് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ മെയിനായിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞു, 3 എക്സാമ്പിൾസ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ്, സിമ്പിൾ പാസ്റ്റ് ആണ്. യെസ്റ്റർഡേ എന്ന് പറയുന്നുണ്ട്, സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന വെർബായിട്ടുള്ള ഗോ എന്തായിട്ട് മാറും, അതിൻ്റെ V2 ഫോമിലേക്ക്, വെർബിൻ്റെ സെക്കൻഡ് ഫോമിലേക്ക് മാറും. അപ്പോൾ ഇവിടെ ഗോൻ്റെ V2 ഫോം ഏതാ വരുന്നത്, വെൻ്റ് ആണ്. അപ്പോൾ നമുക്കിവിടെ ഏതാ വരുന്നത്, വെൻ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് അപ്രോപ്രിയേറ്റ് ഫോം ഓഫ് വേർബ്സ് വരുന്നത്. ഇനി 10th ക്വസ്റ്റ്യൻ നോക്കാം. ചൂസ് ദി കറക്റ്റ് ഓൾട്ടർനേറ്റീവ്സ്. താഴെ തന്നിരിക്കുന്നത് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു സെൻറ്റൻസ് നോക്കൂ. ഇൻ ദ സെൻറ്റൻസ് ദി ക്യാറ്റ് സിറ്റിംഗ് ഓൺ ദ വിൻഡോസിൽ വാഷ് ദി ബേർഡ്സ്. അപ്പോൾ സിറ്റിംഗ് ഈസ്, അപ്പോൾ നമുക്കിവിടെ ഒരു ഫ്രേസ് തന്നിട്ടുണ്ട് അല്ലേ. ഒരു കാറ്റ് എവിടെ ഇരിക്കുന്നത്, വിൻഡോയിൽ. എന്നിട്ട് അതെന്താ ചെയ്യുന്നത്, ബേർഡ്സിനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഈ ഒരു സെൻറ്റൻസിൽ സിറ്റിംഗ് എന്തിനെയാണ് കാണിക്കുന്നതെന്നാണ്. അപ്പം ഇവിടെ സിറ്റിംഗ് നോക്കിയത് ഈ ഒരു കാറ്റിനെ ഡിസ്ക്രൈബ് ചെയ്യല്ലേ ചെയ്യുന്നത്. കാറ്റിനെ ഡിസ്ക്രൈബ് ചെയ്യാണ് അവിടെ സിറ്റിംഗ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു അഡ്ജക്റ്റീവാണ്, അല്ലെങ്കിൽ നമ്മുടെ നൗണിനെ, ഈ ഒരു നൗണിനെ മോഡിഫൈ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്,
ഈ ഒരു ടൈമിൽ നമുക്കറിയാം ഇവിടെ യൂസ് ചെയ്യുന്ന ജെറണ്ട് ആയിരിക്കും. ഓക്കെ അല്ലേ? ജെറണ്ടാണ് നമ്മൾ ഇവിടെ നോർമലി നൗൺ ആണെങ്കിൽ യൂസ് ചെയ്യുക. ഇനിയിപ്പോൾ ഇതൊരു അജക്റ്റീവാന്ന് പറഞ്ഞു അല്ലേ? നമ്മുടെ ഈ ഒരു നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യാണ് സിറ്റിങ്. അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന സംഭവം എന്താണ്? ജെറണ്ടാണോ, പാർട്ടിസിപ്പിൾ ആണോ, ഫൈനൈറ്റ് വേർബ് ആണോ, ഇൻഫൈനൈറ്റ് ആണോ എന്നാണ് ഇവർ നമ്മളോട് ചോദിക്കുന്നത്. ദാറ്റ് ഈസ് പാർട്ടിസിപ്പിൾ ആക്ട് ആസ് എ അജക്റ്റീവ് അല്ലേ? അതെല്ലാവർക്കും അറിയാം. പാർട്ടിസിപ്പിൾ ആണ് ഇതിൻ്റെ അജക്റ്റീവായിട്ട്, അതായത് നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ഇതായിട്ട് വരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇതിൻ്റെ ആൻസർ വരുന്നത് പാർട്ടിസിപ്പിൾ ആണ്. നെക്സ്റ്റ് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെൻറ്റൻസ് കണ്ടെയ്ൻസ് എ നോൺ ഫൈനൈറ്റ് വേർബ്. അപ്പോൾ നോൺ ഫൈനൈറ്റ് വേർബിനെ കണ്ടെയ്ൻ ചെയ്യുന്ന, ഉൾക്കൊള്ളുന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്. നോൺ ഫൈനൈറ്റ് വേർബിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്? ജെറണ്ട് ഉണ്ട്, കൂടാതെ ഇൻഫൈനൈറ്റ് ഉണ്ട്, ആൻഡ് പാർട്ടിസിപ്പിൾ ഉണ്ട്. അപ്പോൾ ഇത് മൂന്നും കൂടിയതാണ് നോൺ ഫൈനൈറ്റ് വേർബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതായത് എന്താണ്? സബ്ജക്റ്റുമായിട്ട് ഒരു എഗ്രിമെൻറ്റിൽ അത് നടത്തുന്നില്ല. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഓപ്ഷന് ഇതിലേതെങ്കിലും ഒന്ന് ആയാൽ മതി. ജെറണ്ടോ ഇൻഫൈനൈറ്റോ പാർട്ടിസിപ്പിളോ ആയാൽ തന്നെ ഇതെന്താണ്? ഈ ഒരു ഇതിലുള്ള ഓപ്ഷൻസ് നോൺ ഫൈനൈറ്റ് വേർബിന് ഉദാഹരണമാണ്. അപ്പോൾ നമുക്കിതിൽ നോക്കാം. ഇതിൽ ഫസ്റ്റ് വരുന്ന ഐ ആം ഗോയിങ് ടു ദി സ്റ്റോർ എന്നാണ് വരുന്നത്. ഓക്കെ, ആൻഡ് ഷീ ഹാസ് ബീൻ കുക്കിംഗ് ഓൾ ദ ഡേ എന്നാണ് സെക്കൻഡ് വരുന്നത്. തേർഡ് വരുന്നത് റണ്ണിങ് ഈസ് എ ഗുഡ് എക്സസൈസ്, ആൻഡ് ഡി വരുന്നത് ദേ വിൽ ഫിനിഷ് ദി പ്രോജക്റ്റ് സൂൺ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ തന്നെ ജെറണ്ടൊക്കെ മനസ്സിലാക്കി ഒരാൾക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ അകത്തുനിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് ഈസ് ഇവിടെ ഇതെന്താ? സബ്ജക്റ്റിൻ്റെ അവിടെ അല്ലേ? നൗണിൻ്റെ അവിടെ റണ്ണിങ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റണ്ണിങ് എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ ജെറണ്ട് ആണ് അല്ലേ? ഇവിടെ ING ഫോമിൽ സബ്ജക്റ്റിൻ്റെ അവിടെയാണല്ലോ വരുന്നത്. അപ്പോൾ ഇറ്റ്സ് എ ജെറണ്ട് ആണ്. ജെറണ്ട് ഇവിടെ നോക്കൂ, നമ്മുടെ നോൺ ഫൈനൈറ്റ് ഇതിൽ അംഗമാണ് വരുന്നത് അല്ലേ? നോൺ ഫൈനൈറ്റ് വേർബാണ് അത്, ആക്ടിങ് ആസ് എ നൗൺ. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് എന്ത് പറയാം? നോൺ ഫൈനൈറ്റ് വേർബ്സ് ഡു നോട്ട് ചേഞ്ച് അക്കോർഡിംഗ് ടു ദി സബ്ജക്റ്റ് ഓർ ടെൻസ്. അതായത് ടെൻസിനനുസരിച്ചോ സബ്ജക്റ്റിനനുസരിച്ചോ ഈ ഒരു നോൺ ഫൈനൈറ്റ് വേർബ്സ് മാറുന്നില്ല, അതങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ നോക്കാം. നോൺ ഫൈനൈറ്റ് വേർബ്സിന് ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്താണ്? ഇൻഫിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ടു റൺ, ടു റീഡ്, ടു വെച്ചിട്ട് തുടങ്ങുന്നത്, ടു പ്ലസ് വേർബ് ആണ് ഇൻഫിനിറ്റ് വരുന്നത്. ആൻഡ് ജെറൻസ് എങ്ങനെയായിരിക്കും ഉണ്ടാവില്ല? ING ഫോമിലായിരിക്കും അല്ലേ വരുന്നത്. ദാറ്റ് ഈസ് റണ്ണിങ്, ഈറ്റിംഗ് ഒക്കെ വരുന്നത് ജെറണ്ട് ആയിരിക്കും. ഇനി പാർട്ടിസിപ്പിൾ ഫോമിലാണെങ്കിൽ റണ്ണിങ് ബോയ്, ഈറ്റൻ അങ്ങനെ ആയിരിക്കില്ല. പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത് റണ്ണിങ് അജക്റ്റീവ് ആണല്ലോ, അതിനെ ദാറ്റ് ഈസ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുക ചെയ്യുന്നത്. റണ്ണിങ് ബോയ്, ഈറ്റൻ ഫുഡ് എന്നൊക്കെ ആയിരിക്കും പാർട്ടിസിപ്പിൾ വരുന്നത്. അപ്പം അതത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ. തേർഡ് ക്വസ്റ്റ്യൻ നോക്കുന്നതാണെങ്കിൽ ടു സ്വിം ഇൻ ദ സെൻറ്റൻസ് ഷീ ടോട്ട് ഹിം ടു സ്വിം ഫങ്ഷൻ ആസ് എ. അപ്പം നമുക്ക് തന്നിരിക്കുന്ന സെൻറ്റൻസ് എന്താ ഇവിടെ? ഷീ ടോട്ട് ഹിം ടു സ്വിം എന്നാണ് അല്ലേ? ഇതാണ് നമ്മുടെ സെൻറ്റൻസ് വരുന്നത്. ഷീ ടോട്ട് ഹിം ടു സ്വിം. ഇതിൽ സ്വിം എന്ന് പറയുന്നത്, ടു സ്വിം എന്ന് പറയുന്നത് എന്ത് ഫങ്ഷനാണെന്നാണ്. അപ്പം എല്ലാവരും ഓർക്കുക, ടു എന്ന് പറഞ്ഞ് ടൂവും പിന്നെ അതിൻ്റെ കൂടെ ഒരു ബേസ് വേർബും വരുന്നതാണെങ്കിൽ എന്താണ് നമ്മളതവിടെ പറയുന്നത്? ഇതൊരു നോൺ ഫൈനൈറ്റ് വേർബാണ്. കൂടാതെ ഇതെന്താണ്? ഇൻഫൈനൈറ്റും കൂടെയാണ് അല്ലേ? ഇൻഫിനിറ്റീവ് ഫോമും കൂടിയാണ് വരുന്നത്. ഓക്കെ അല്ലേ? ദാറ്റ് ഈസ് ടു സ്വിം, ടു പ്ലസ് ബേസ് ഫോം ഓഫ് വേർബ്, വേർബിൻ്റെ ബേസ് ഫോമും കൂടെ വരുന്നതാണെങ്കിൽ ഇതെന്താണ്? ഇൻഫിനിറ്റീവ് ആണ് അല്ലേ? ഇൻഫിനിറ്റീവ് വേർബാണ്, ഇൻഫിനിറ്റീവ് വേർബ്. അപ്പം നമുക്ക് ഓപ്ഷനിലുണ്ടോ നോക്കാം. യെസ്, ഇതാ ഇവിടെ ഉണ്ട്. അപ്പം ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ബേസ് ഫോമും വന്നു കഴിഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ഇൻഫിനിറ്റീവ്. അപ്പോൾ ഇത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ലേ? അതേപോലെ തന്നെയാണ്. ഇനി നെക്സ്റ്റ് നോക്കാം. ഫോർത്ത് വൺ വരുന്നത് ഇൻ ദി സെൻറ്റൻസ് ഐ ഹേറ്റ് ഡൂയിങ് ദി ഡിഷസ്.
ദ നോൺ ഫൈനൈറ്റ് വേർബ് ഈസ് ആൻ. അപ്പോൾ എന്താണ് സെൻറ്റൻസ് ഇവിടെ തന്നിരിക്കുന്നുണ്ട്. ഐ ഹേറ്റ് ഡൂയിങ് ദി ഡിഷസ് അല്ലേ. ഡിഷസ് ഉണ്ടാക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, അത് ഹേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് സെൻറ്റൻസ് പറയുന്നത്. ഇതിൽ ഉൾക്കൊള്ളുന്ന നോൺ ഫൈനൈറ്റ് വേർബ് ഏതാണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന നോൺ ഫൈനൈറ്റ് വേർബ് എന്താണ്? ദാറ്റ് ഈസ് ഇറ്റ്സ് എ ജെറണ്ട് ആണ് അല്ലേ. എന്തുകൊണ്ടാണ്? ഡൂയിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഡൂയിങ് കണ്ടോ നിങ്ങൾ? ഫങ്ഷൻ ആസ് എ നൗൺ. ഇതൊരു നൗൺ ആയിട്ടല്ലേ വർക്ക് ചെയ്യുന്നത് ഈ ഒരു ഡൂയിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഒരു ഫങ്ഷൻ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ. സോ ദാറ്റ് ഈസ് ഒബ്ജക്റ്റ് ഓഫ് ഹേറ്റ്, ഹേറ്റിൻ്റെ ഒബ്ജക്റ്റ്. സോ ഇറ്റ്സ് എ ജെറണ്ട്. ഓക്കെ, അതെന്തായിരിക്കും? ഒരു ജെറണ്ട് ആയിരിക്കും. സോ ജെറണ്ടും പ്രസൻറ്റ് പാർട്ടിസിപ്പിളും നമ്മൾ വെച്ച് നോക്കുന്നതാണെങ്കിൽ, ജെറണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ എൻജോയ് റീഡിങ് എന്നൊക്കെ പറയുന്നത് അല്ലേ, നൗൺ ആയിരിക്കും ജെറണ്ട് വരുന്നത്. പാർട്ടിസിപ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു അഡ്ജക്റ്റീവ് ആയിരിക്കും. അതായത് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. ജെറണ്ടിൻ്റെ എക്സാമ്പിൾ ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഐ എൻജോയ് റീഡിങ്. ഇവിടെ എന്താണ്? ഇത് നൗൺ ആയിട്ടാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഇത് ജെറണ്ടാണ്. ഇനി പാർട്ടിസിപ്പിളിൽ എന്താണ്? പാർട്ടിസിപ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഡ്ജക്റ്റീവാണ്. ഇതെന്താണ്? ദ റീഡിങ്. രണ്ടും ING ഫോമിൽ തന്നെയാണ്, പക്ഷെ ബിറ്റ് കൺഫ്യൂസ്ഡ് ആവാം. പക്ഷെ എന്നിരുന്നാൽ എന്താണ്? പാർട്ടിസിപ്പിൾ അതിനെ എന്താണ് ഡിസ്ക്രൈബ് ചെയ്യാണ്. ദ റീഡിങ് ബോയ് അല്ലേ, ബോയിനെ ഡിസ്ക്രൈബ് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത് ഈ ഒരു പാർട്ടിസിപ്പിൾ. ദ റീഡിങ് ബോയ് ഈസ് മൈ ഫ്രണ്ട്. ഇത് പാർട്ടിസിപ്പിളിന് ഒരു ഉദാഹരണമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം, WH ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. WH ക്വസ്റ്റ്യൻസ് എന്താണെന്ന് നോക്കാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് അപ്രോപ്രിയേറ്റ് WH ക്വസ്റ്റ്യൻസ്. WH ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഈ ഒരു ബ്ലാങ്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളിവിടെ നോക്കുക, നമുക്കിവിടെ ക്വസ്റ്റ്യൻ നോക്കാം. As you new job, dash is you new job. അപ്പോൾ അത് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഫസ്റ്റ് എന്തോ ചോദിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ്, ഐ എൻജോയ് ഇറ്റ്. അപ്പോൾ ഇവിടെ എന്താണ് ചോദിക്കുന്നത്? നിങ്ങളുടെ ജോബ് എങ്ങനെ ഉണ്ടെന്നാണ് അല്ലേ, എങ്ങനെ ഉണ്ടെന്ന് അല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെ ഉണ്ടെന്ന് എന്താ ഇംഗ്ലീഷിൽ പറയുന്നത്? ഹൗ ഈസ് യുവർ ന്യൂ ജോബ് എന്നൊക്കെ ചോദിക്കൂ അല്ലേ. അപ്പോൾ ഇവിടെ എന്താ വരുന്നത്? ഇറ്റ്സ് എ ഹൗ എന്നാണ്. ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ്. അവൻ ഇൻട്രസ്റ്റിംഗ് എന്ന് പറയും. ഐ എൻജോയ് ഇറ്റ്. അതിൻ്റെ ആൻസറാണ് ഇവിടെ കൊടുത്തത്. അത് എന്താണ്? ഹൗ എന്നാണ് ഇവിടെ ആൻസർ വരുന്നത്. ചിലത് ഈ ഒരു സെക്ഷൻ WH ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ എന്താണ് ഇങ്ങനെ ജസ്റ്റ് കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ WH ക്വസ്റ്റ്യൻ്റെ കേസെന്ന്. അപ്പോൾ അത് ഓരോന്നും മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു WH ക്വസ്റ്റ്യൻ ആണെങ്കിലും പിന്നെ കൺജഷൻ അല്ലേ, ലിങ്കിങ് വേർഡ്സ് വരുന്നത്, പിന്നെ പ്രിപ്പോസിഷൻ, അതൊക്കെ നമ്മൾ നിങ്ങൾക്ക് ക്ലാസ് കണ്ട് മനസ്സിലായില്ലെങ്കിൽ അല്ലെങ്കിലും ഗ്രാമർ സെക്ഷൻ മനസ്സിലായില്ലെങ്കിൽ പോലും അറ്റൻഡ് ചെയ്യാതെ പോകരുത് കേട്ടോ. എന്തെങ്കിലും വെച്ചിട്ട് ആ ഒരു സെൻറ്റൻസ് 2-3 തവണ വായിച്ചിട്ട് അവിടെ എന്തെങ്കിലും നിങ്ങൾക്ക് ബൈ ചാൻസ് ലക്കിക്ക് നിങ്ങൾക്ക് അറിഞ്ഞില്ലെങ്കിൽ കൂടെ നിങ്ങൾ കൊടുക്കുന്ന കാര്യങ്ങൾ എന്തായിരിക്കാം ശരിയാവുക. അപ്പോൾ എന്താണ് പ്രിപ്പോസിഷൻ കാര്യങ്ങൾ മനസ്സിലാക്കണം, കൺജഷൻ എന്താണ്, പിന്നെ WH ക്വസ്റ്റ്യൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. അത് ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരിക്കും വരുന്നത് അത്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ ആ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവണം ഇത് കൺജഷൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, ലിങ്കിങ് വേർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പറയുന്നതെന്ന്. നിങ്ങൾക്ക് അതിൻ്റെ കോൺസെപ്റ്റ് അറിഞ്ഞില്ലെങ്കിൽ പോലും ക്വസ്റ്റ്യൻസ് കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാവണം. എന്നിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് അറിയുന്ന രീതിയിൽ അതിനെ ലിങ്ക് ചെയ്യാൻ നോക്കണം. ഓക്കെ, ഇന്നലെ ആ ഒരു ഫാൻ ബോയ് അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, എന്താണ് കൺജക്ഷൻ്റെ കേസിലൊക്കെ ഫോർ ആൻഡ് അതൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് ലിങ്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് അപ്പം തന്നെ വർക്കൗട്ട് ചെയ്യാം. അല്ലെങ്കിൽ കുറച്ചധികം കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്താൽ മതി ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഫൈനൽ എക്സാമിന് എന്താണ് ആബിൾ ആവും, ആ ഒരു കേപ്പബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടാവും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഡിഡ് ദി പാർട്ടി ആൻഡ്. അപ്പോൾ എന്തോ ആ ഒരു ക്വസ്റ്റ്യനിൽ എപ്പോഴാണ് പാർട്ടി എൻഡ് ചെയ്തതെന്നായിരിക്കാം അല്ലേ ഇത് ചോദിച്ചിട്ടുണ്ടാവുന്നത്. കാരണം അതെന്താണ് അതിൻ്റെ ആൻസർ നോക്കിയാൽ മനസ്സിലാവും. ഇറ്റ് എൻഡഡ് ബിഫോർ 8 PM അല്ലേ. ഇറ്റ് എൻഡഡ് 8 മണിക്ക് മുൻപായിട്ട് അത്
കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ ഇവിടെ എന്താ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ടാവുന്നത്, എപ്പോഴാണ് പാർട്ടി കഴിഞ്ഞത്? എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്താ ചോദിക്കുന്നത്, എപ്പോഴാണെന്നൊക്കെ പറയുമ്പോൾ വെൻ എന്നാണ് അല്ലേ. അതായത് വെൻ ഇറ്റ്സ് ആസ്ക് അബൌട്ട് ടൈം, ഏത് ടൈമിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ടൈമിനെ കുറിച്ചിട്ടാണല്ലോ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ആൻസർ കിട്ടിയതും ടൈമിൽ തന്നെയാണ്. അപ്പോൾ നമ്മളിവിടെ എന്താണ്, ടൈമിൽ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ദാറ്റ് ഈസ് വെൻ എന്നാണ് നമ്മളിവിടെ ചേർക്കേണ്ടത്. അപ്പോൾ വേറൊരു എക്സാമ്പിൾ പറയുന്നതാണെങ്കിൽ നമുക്ക് എന്താ പറയുക, വെൻ ഡിഡ് യു അറൈവ് അല്ലേ, വെൻ ഡിഡ് യു അറൈവ് എന്ന് പറയാം. അപ്പം ഞാൻ കുറച്ചും കൂടെ ഈ ഒരു AWH ക്വസ്റ്റ്യൻസ് എന്നൊരു ചെറിയ ഇത് പറയാം. വാട്ട് എന്ന് വെച്ച് കഴിയുമ്പോൾ എന്താണ്, ഒരു ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ. വാട്ട് ഈസ് യുവർ നെയിം എന്ന് പറയും അല്ലേ, വാട്ട് ഈസ് യുവർ ജോബ്, അങ്ങനെയല്ല ചോദിക്കുക. ഇനി വെൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈമിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. വെൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ടൈമിനെയാണ്, ഏത് ടൈമിലാണ് നിങ്ങൾ അവിടെ പോയത്, പുറത്ത് പോയത്. വെൻ വിൽ യു ഗോ. ഓക്കെ. ഇനി വേറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയണ്ടാവും അല്ലേ, പ്ലേസിലായിരിക്കും പറയുന്നത്. പ്ലേസിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്നത് വേറായിരിക്കും. വേർ ഡു യു ലിവ് എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. ഇനി വൈ എന്തിനൊക്കെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്, ഇതൊക്കെയാണ് WH ക്വസ്റ്റ്യൻസ് വരുന്നത് കേട്ടോ. വൈ ദാറ്റ് ഈസ് റീസൺ, എന്തെങ്കിലും റീസൺ അല്ലേ, എന്തുകൊണ്ട് നിങ്ങൾ അവിടെ പോയില്ല, വൈ അല്ലെങ്കിൽ എന്തുകൊണ്ട് നീ ലേറ്റ് ആയി എന്നൊക്കെ നമ്മൾ ചോദിക്കും. വൈ ആർ യു ലേറ്റ് എന്നൊക്കെ ചോദിക്കും. പിന്നെ പേഴ്സണിനെ, ഒരാളെക്കുറിച്ച് പറയുന്നതാണെങ്കിൽ ഹൂ ആയിരിക്കും വരുന്നത്. ഹൂ ഒരു പേഴ്സണിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ അല്ലേ. ഹൂ കോൾഡ് യു അല്ലെ, ആരാണ് വിളിച്ചതെന്ന്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് WH ക്വസ്റ്റ്യൻസിൽ ഇത് വരുന്നുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഫങ്ഷണൽ റൈറ്റിംഗ് സ്കിൽസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിലേക്ക് കിടക്കാം. ഇത് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അതായത് ലെറ്റർ, പിന്നെ ആണെങ്കിൽ നമുക്ക് വരുന്നത് ആർട്ടിക്കിൾസ്, എസ്സേ, സമ്മറി, അതൊക്കെ എങ്ങനെയാണ് എഴുതുന്നത്, അതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള തീമും കാര്യങ്ങളാണ് ഫങ്ഷണൽ റൈറ്റിങ്ങിൽ പറയുന്നത്. കൂടാതെ ഇതിൽ ലെറ്റർ എഴുതാൻ ചോദിക്കും, ഇമെയിൽ എങ്ങനെ കമ്പോസ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കും. അതൊക്കെ ഓരോന്ന് എന്താണെന്ന് നമുക്ക് നോക്കാം ഇതിലൂടെ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ നിന്ന് വരുന്നത് നമുക്ക് എന്താ നോക്കാം. അതായത് ചൂസ് ദി കറക്റ്റ് ഓൾട്ടർനേറ്റീവ്സ്. MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെ ഇവിടുന്ന് വരുന്നത്. എന്താണ് ക്വസ്റ്റ്യൻ വരുന്നത്, ദാറ്റ് ഈസ് വിച്ച് സ്റ്റെപ്പ് ഇൻവോൾവ്സ് റാപ്പിംഗ് അപ്പ് ദി സമ്മറി വിത്ത് എ റീക്യാപ്പ് ഓഫ് ദി ഓതേഴ്സ് മെയിൻ ആർഗ്യുമെൻറ്റ് ഓർ പർപ്പസ്. അപ്പോൾ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്, അതായത് ഒരു ഏത് സ്റ്റെപ്പിലാണ് ഓതർ, അത് എഴുതുന്ന ആളാണല്ലേ ഓതർ വരുന്നത്. അപ്പം ഈ എഴുതുന്ന മെയിൻ ആർഗ്യുമെൻറ്റ് ഒന്നും കൂടെ റീക്യാപ്പ് ചെയ്യുന്നത് ഏത് സ്റ്റെപ്പിലാണെന്നാണ്. ഒന്ന് കൺക്ലൂഡ് വരുന്നുണ്ട്, ബി സപ്പോർട്ട് വരുന്നുണ്ട്, സി ബിഗിൻ റൈറ്റിംഗ് ആൻഡ് കണ്ടിന്യൂസ് നീഡഡ്. അപ്പോൾ ഇത് ഏത് സ്റ്റെപ്പിലാണ് കറക്റ്റായിട്ട് നമുക്ക് എന്താണ് പറയുന്നത്, ഓതർ ഇതിനെക്കുറിച്ച് പറയുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പം നമുക്കറിയാം സമ്മറി എഴുതുമ്പോൾ ഫസ്റ്റ് ഒരു മെയിൻ ആർഗ്യുമെൻറ്റ് ഫസ്റ്റ് സ്റ്റാൻസയിൽ എഴുതി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്, ദെൻ കൺക്ലൂഷനിലേക്ക് പോകുമ്പോഴാണല്ലേ നമ്മൾ ഒന്നും കൂടെ അതിനെ റീക്യാപ്പ് ചെയ്യുന്നത്. റീക്യാപ്പ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടെ ആ തീം എടുത്തിട്ട് അതിനൊന്ന് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അല്ലേ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ വരുന്നത്, എ കൺക്ലൂഡാണ് കേട്ടോ. അപ്പോൾ ആൻസർ അത് കിട്ടി. ഇനി അതിൻ്റെ ബി ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് പാർട്ട് ഓഫ് ദ ലെറ്റർ കണ്ടെയ്ൻസ് ദ റൈറ്റേഴ്സ് അഡ്രസ് ആൻഡ് ഡേറ്റ്. അപ്പോൾ എന്താണ് ഇതിൽ ഏത് പാർട്ടിലാണ് റൈറ്ററിൻ്റെ അഡ്രസ്സും ഡേറ്റും വരുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പം ഏത് ഭാഗത്താണ് റൈറ്ററിൻ്റെ അഡ്രസ്സും ഡേറ്റും വരുന്നത്, ദറ്റ് ഈസ് ഇവിടെ ഓപ്പണിംഗ് സെക്ഷനിലാണോ, ബോഡിയിലാണോ, സാലുറ്റേഷൻ്റെ അവിടെയാണോ, നൺ ഓഫ് ദിസ്, ഇതിലൊന്നിലുമല്ല എന്നാണ്. ഓപ്പണിംഗ് സെക്ഷനിൽ ഇപ്പം ഈ ഒരു ലെറ്റർ എടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയണം, ഇവിടെ നമ്മൾ ഫസ്റ്റ് എഴുതുന്നത് ആരാണ്, ഫ്രം അഡ്രസ്സ് ആണല്ലേ എഴുതുന്നത്. ആരാണോ എഴുതുന്നത് അവരുടെ അഡ്രസ്സ്, പിന്നെ ഡേറ്റ് കൊടുക്കും, പിന്നെ ടു അഡ്രസ്സ് ആർക്കാണോ എഴുതുന്നത് അത് കൊടുക്കും, പിന്നെ എന്താണ് നമ്മൾ എഴുതുന്ന സബ്ജക്റ്റ് കൊടുക്കും അല്ലേ. പിന്നെ സാലുറ്റേഷൻ ഇവിടെ കൊടുക്കുന്നത് ഡിയർ മാഡം അല്ലെങ്കിൽ ഡിയർ സാർ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെയാണ് അതിൻ്റെ മെയിൻ ബോഡി വരുന്നത്, എന്താണോ നമുക്ക് എഴുതാനുള്ളത് അയാൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ലെറ്ററിൻ്റെ ബോഡി ഇവിടെ ആയിരിക്കും വരുന്നത്. പിന്നെ അവസാനം നമ്മളുടെ നെയിമും സൈനും ആണ് എഴുതുന്നത് അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ലെറ്ററിലുള്ള. ചെറിയൊരു ലെറ്റർ ഫോമാറ്റ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും ഈ ഒരു വീഡിയോൻ്റെ അവസാന ഭാഗങ്ങളിൽ. അപ്പോൾ ഫസ്റ്റ് എന്താണ്, ഈ ഒരു റൈറ്ററിൻ്റെ അഡ്രസ്സും ഡേറ്റും എവിടെയാണ് നമ്മൾ എഴുതുന്നത്, അറ്റ് ദി ഓപ്പണിംഗ് അല്ലേ, ഫസ്റ്റ് ഭാഗത്തല്ലേ എഴുതുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസറായിട്ട് എന്താ എഴുതാം, ദറ്റ് ഈസ് ഓപ്പണിംഗ് സെഷനിലായിരിക്കും റൈറ്ററിൻ്റെ അഡ്രസ്സും ഡേറ്റും എഴുതുന്നത്. ഓക്കെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Which of the following is not a characteristics of effective notes? Effective notes-ന്റെ characteristics അല്ലാത്തത് എന്തെന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ദറ്റ് ഈസ് ഒന്ന് ക്ലാരിറ്റി, ബി ലെങ്തിനെസ്, സി വരുന്നത് ഓർഗനൈസേഷൻ, ഡി വരുന്നത് കൺസൈൻനെസ്.
അപ്പോൾ ഇതിൽ ഏതാണ് എഫക്റ്റീവ് നോട്ട്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തതെന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് എഴുതുന്നത്, ഇതിൽ ഒരു നോട്ട് എഴുതുന്നതാണെങ്കിൽ അതെന്താണ്, ക്ലാരിറ്റി ഉണ്ടാവണം അല്ലേ, ക്ലിയർ ആയിരിക്കണം, പിന്നെ വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള നോട്ടായിരിക്കണം. അപ്പോൾ ഒരു നോട്ട് എഴുതുമ്പോൾ ലെങ്തി ആയിട്ട് നമ്മൾ എഴുതാൻ പറ്റുമോ, ഇല്ല അല്ലേ. ഇറ്റ്സ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി എഫക്റ്റീവ് നോട്ട്സ്. നല്ല ലെങ്തിയിലല്ല, ഷോർട്ട് ആൻഡ് മെമ്മറബിൾ ആയിട്ടുള്ള രീതിയിൽ എഴുതുമ്പോഴായിരിക്കും അത് കൂടുതൽ നമുക്ക് മെമ്മറൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഏതാണ് ഇതിനകത്ത് ശരിയായിട്ടുള്ള ആൻസർ വരുന്നത്, ലെങ്തിനെസ് ആണ്. അപ്പോൾ ഒരു എഫക്റ്റീവ് നോട്ടിന് എന്താണ്, കൂടുതൽ ലെങ്തി കൂടുതൽ ലോങ് ആവാൻ പറ്റത്തില്ല. ഓക്കെ, പിന്നെ നെക്സ്റ്റ് നോക്കാം, വിച്ച് ഈസ് ദ കറക്റ്റ് ഓർഡർ ഓഫ് ദി സ്റ്റെപ്പ് ടു റൈറ്റിംഗ് എ സമ്മറി. ഒരു സമ്മറി എഴുതുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക നിങ്ങൾ. ഇനി നിങ്ങളുടെ ഫൈനൽ എക്സാമിന് ഈ ഒരു സമ്മറി നിങ്ങളോട് സമ്മറി ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ടായിരിക്കും പറയല്ലേ. ഇതിപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് ചോദിക്കുന്നത്. എന്താ സമ്മറി എഴുതുമ്പോൾ അതിന് ഓപ്ഷൻസും തന്നിട്ടുണ്ട്. ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള വേയിൽ എങ്ങനെയാണ് സമ്മറി എഴുതേണ്ടതെന്നാണ് നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക കേട്ടോ, അതിൽ കറക്റ്റ് ആൻസർ എങ്ങനെയാണ് എഴുതുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് 1 മിനിറ്റ് എഴുതേണ്ടത്. സമ്മറി എഴുതുമ്പോൾ ഇറ്റ്സ് ലെങ്ത്ത്, അതിൻ്റെ ലെങ്ത്ത് ഫസ്റ്റ് ഇതിൽ ഞാൻ നേരിട്ട് തന്നെ പറഞ്ഞുതരാം കേട്ടോ. ലെങ്ത്ത്, പിന്നെ അതിൻ്റെ മെയിൻ ടോപ്പിക്ക് നോക്കണം, പിന്നെ അതിന് എന്താണ് മെയിൻ ടോപ്പിക്ക് കണ്ടെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ റൈറ്റ് ചെയ്യാൻ തുടങ്ങണം, ബിഗിൻ റൈറ്റിംഗ്. പിന്നെ അതിനെ സപ്പോർട്ടിങ് സ്റ്റേറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കണം സപ്പോർട്ട് ചെയ്യാൻ. ആൻഡ് കണ്ടിന്യൂ ആസ് നീഡഡ് ആൻഡ് കൺക്ലൂഡ്. അപ്പം ആ ഒരു സമ്മറി എഴുതുമ്പോൾ എന്താണ് നമുക്ക് താല്പര്യപ്പെടുന്നതാണെങ്കിൽ അത് ഒന്നും കൂടെ ലെങ്തി ആയിട്ട് എഴുതാൻ നോക്കുക. കണ്ടിന്യൂസ് നീഡഡ് അതുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺക്ലൂഡ്, അവസാനം ആ ഒരു സമ്മറിക്ക് ഒരു കൺക്ലൂഷൻ ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയും സ്റ്റെപ്സാണ് ഈ ഒരു സമ്മറി എഴുതുന്നതിൽ നിങ്ങൾ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, ഇനി 13th ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. റീഡ് ദി സ്റ്റേറ്റ്മെൻറ്റ് കെയർഫുള്ളി ആൻഡ് ഐഡൻറ്റിഫൈ ദം ആസ് ട്രൂ ഓർ ഫോൾസ്. അപ്പോൾ എന്താണ് ട്രൂ ഓർ ഫോൾസ് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ നോക്കാം, ഡയറക്റ്റ് കോട്ട്സ് ആർ ഫ്രീക്വൻലി യൂസ്ഡ് ഇൻ സമ്മറൈസസ്. അതാണ് ഫസ്റ്റ് വരുന്ന ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് പറയുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്, ഡയറക്റ്റ് കോട്ട്സ് ആർ ഫ്രീക്വൻലി യൂസ്ഡ് ഇൻ സമ്മറീസ്. സമ്മറീസിൽ ഡയറക്റ്റ് കോട്ട്സ് ആണ് ഫ്രീക്വൻലി ഇപ്പം കൂടുതലായിട്ട് യൂസ് ചെയ്ത് വരുന്നതിന്. അപ്പോൾ അത് ശരിയാണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ സമ്മറീൻ്റെ കേസിൽ നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഇത് തെറ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആൻസർ ഇസ് ഫോൾസ്. എന്തുകൊണ്ടാണ്, സമ്മറിയിൽ കൂടുതലായിട്ടും പ്രൈമറിലി യൂസ് ചെയ്യുന്നത് പാരഫ്രേസിംഗ് ആണ് കേട്ടോ, റാദർ ദാൻ ദി ഡയറക്റ്റ് കോട്ട്സ്. ഡയറക്റ്റ് കോട്ട്സിനേക്കാളും സമ്മറിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, പാരഫ്രേസ് ചെയ്യുന്നതാണ്. ദ ഗോൾ ഓഫ് സമ്മറി ഈസ് ടു കണ്ടൻസ് ദി മെയിൻ ഐഡിയാസ് വൺസ് ഓൺവേർഡ്സ്. എന്താണ് സമ്മറി എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മളിപ്പം ഇംഗ്ലീഷിലൊക്കെ സമ്മറി ആണല്ലേ വായിക്കുന്ന, അതായത് വലിയ ലെങ്തി ആയിട്ടുള്ള കഥേനെ നമ്മൾ ചുരുക്ക രൂപമാണ് സമ്മറി വരുന്നത്. അപ്പം നമ്മളുടെ ഗോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അതിൻ്റെ മെയിൻ ഐഡിയ ഒതുങ്ങിയും കൊണ്ട് നമ്മളുടേതായ അവർ ഓൺ വേർഡ്സിൽ അത് ആ ഒരു സമ്മറി ചുരുക്ക രൂപം കൊടുക്കുക. അതാണ് സമ്മറീൻ്റെ മെയിൻ തീം. അതെന്താണ്, പാരഫ്രേസ് ചെയ്യുന്നതാണ്, ഡയറക്റ്റ് കോട്ട്സ് അല്ല കേട്ടോ. പാരഫ്രേസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അവർ തന്നിരിക്കുന്ന മെയിൻ ഐഡിയനെ ഒന്ന് വേറെ രീതിയിലേക്ക് മാറ്റി ചെയ്യുന്നതാണ് പാരഫ്രേസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ഡയറക്റ്റ് കോട്ട്സ് ആർ ഫ്രീക്വൻലി യൂസ്ഡ് ഇൻ സമ്മറീസ് എന്ന് പറഞ്ഞത് എന്താണ്, തെറ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഫോൾസ് എന്ന് മാത്രം എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞ എക്സ്പ്ലനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമ്മറീനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇതിൽ തന്നെ വരുന്നത്, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഇൻക്ലൂഡ് പേഴ്സണൽ ഇൻഫർമേഷൻ സച്ച് എസ് യുവർ ഡേറ്റ് ഓഫ് ബർത്ത് ആൻഡ് മെരിറ്റൽ സ്റ്റാറ്റസ് ഓൺ യുവർ CV. അപ്പോൾ ഈ കുറേ പേര് ഇപ്പം CV ഒക്കെ അയച്ചിട്ട് പല ജോബിനും വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ തെറ്റാണോ എന്ന്. അപ്പോൾ ഇവിടെ പലർക്കും ഒരു ഡേറ്റ് ഓഫ് ബർത്ത് പലരും ഇടുന്നുണ്ട് അല്ലേ, അതൊക്കെയാണ്. ഇനിയിപ്പോൾ മാരിറ്റൽ സ്റ്റാറ്റസ് ഇമ്പോർട്ടൻ്റ് ആണോ എന്നുള്ളത് ചില കേസസിലാണ്, നമ്മൾ പറയില്ല എക്സെപ്ഷൻ കേസ് എന്ന് പറയുന്ന ചില കേസസിലാണ് നമുക്ക് മെരിറ്റൽ സ്റ്റാറ്റസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ടുള്ളത്. പക്ഷേ എന്നിരുന്നാലും അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് അല്ല ഈ ഒരു 2 കേസും, ഡേറ്റ് ഓഫ് ബർത്തും മെരിറ്റൽ സ്റ്റാറ്റസും. ഒരു പ്രൊഫഷണൽ CVയിൽ ഇത് നമ്മൾ എന്താണ് കൊടുക്കുന്നില്ല. ജസ്റ്റ് വേറെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചോ കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു മേഖലയിലേക്ക് നമുക്കുള്ള നൈപുണ്യം കാര്യങ്ങളൊക്കെയാണ് ആ ഒരു CVയിൽ നമ്മൾ മെൻഷൻ ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഡേറ്റ് ഓഫ് ബർത്ത് പ്രൊഫഷണൽ CVയിൽ ഇപ്പം വരുന്നില്ല.
കൂടാതെ മെറിറ്റൽ സ്റ്റാറ്റസ്. പിന്നെ ചില ജോബ്സിന് ഇതൊക്കെ നിർബന്ധമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് CV നമ്മൾ സെറ്റപ്പ് ചെയ്യണം. ഓൾ ഓവർ നോക്കുന്നതാണെങ്കിൽ ഇത് മസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യണമെന്ന് നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ, അപ്പോൾ അത് ഒരു ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതിൻ്റെ എക്സ്പ്ലനേഷനാണ് ഞാനിപ്പം പറഞ്ഞു തന്നിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് എന്താ നോക്കുന്നത്, പാരാഫ്രേസിങ് ഈസ് എ കീ സ്കിൽ ഇൻ സമ്മറി റൈറ്റിംഗ്. അപ്പോൾ ഇത് ശരിയായിട്ടാണോ തെറ്റായിട്ടുള്ളതാണോ? അപ്പോൾ നേരത്തെ നമ്മൾ ഡയറക്റ്റ് കോട്ട്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഞാനൊരു കാര്യം, ഈ ഒരു പാരാഫ്രേസിനെ കുറിച്ചിട്ട് എന്താണ് പറഞ്ഞ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. സമ്മറി എഴുതുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്, പാരാഫ്രേസ് ചെയ്യുന്നതാണ്. ഇറ്റ്സ് ഓൺ, ഇത് ആരാണോ സമ്മറി എഴുതുന്നത് അവരുടെ വേർഡ്സിൽ തന്നെ പാരാഫ്രേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്താണ് സമ്മറി, അതായത് ആ ഒരു കവിതയുടോ എന്താണ് ചുരുക്കരൂപം എഴുതുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ എന്താണ് പാരാഫ്രേസ് സമ്മറി റൈറ്റിങ്ങിൽ ഒരു കീ സ്കില്ല് തന്നെയാണ്. അത് ട്രൂ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ അല്ലേ. ഇനി നെക്സ്റ്റ് വരുന്നത് കേസ് ഹിസ്റ്ററീസ് ആർ ഓൺലി യൂസ്ഡ് ഡ്യൂറിങ് ദി ഇനീഷ്യൽ അസസ്മെൻറ്റ് ആൻഡ് ആർ നോട്ട് അപ്ഡേറ്റഡ് ദർ ആഫ്റ്റർ. അപ്പോൾ എന്താണ് കേസ് ഹിസ്റ്ററീസ് ഇനീഷ്യൽ അസസ്മെൻറ്റ് പ്രോസസ്സിലായിരിക്കും കേസ് ഹിസ്റ്ററീസ് യൂസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. പിന്നെ അതിന് ശേഷം അതെന്താണ് അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നില്ല എന്നാണ് നമ്മുടെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. ഇത് ശരിയാണോ തെറ്റാണോ? അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് കേസ് ഹിസ്റ്ററി അല്ലെങ്കിൽ അതിൻ്റെ ഇനീഷ്യൽ അസസ്മെൻറ്റ് കാര്യങ്ങൾ. അപ്പം കേസ് ഹിസ്റ്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കണ്ടിന്യൂസ്ലി അപ്ഡേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പുതിയ ഇൻഫർമേഷൻസ് ഉണ്ടാക്കുന്ന അവൈലബിൾ ആകുന്നൊരു കാര്യമാണ് കേട്ടോ കേസ് ഹിസ്റ്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ എന്തുകൊണ്ടാണിത് എപ്പോഴും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ എൻഷുറിങ് ദാറ്റ് ദേ റിഫ്ലക്ട് ദി മോസ്റ്റ് കറണ്ട് സിറ്റുവേഷൻ. അപ്പോൾ ഓർക്കുക, ഏത് കേസ് ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാലും അത് എപ്പോഴും അപ്ഡേറ്റഡ് ആണ് കേട്ടോ. എല്ലാ കറണ്ട് സിറ്റുവേഷനിലും അതിൽ അപ്ഡേറ്റഡ് ആയിട്ട് മാറുന്നുണ്ട്. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നോട്ട് അപ്ഡേറ്റഡ് ആണെന്നാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്, ഫോൾസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം, ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ഇൻ 1 or 2 വേർഡ്സ്. 1 or 2 വാക്കിൽ ഉത്തരം എഴുതാൻ വേണ്ടിയിട്ടാണ് താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസിന്. അപ്പോൾ നമുക്കിതിൽ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈൽ റൈറ്റിംഗ് ആർട്ടിക്കിൾസ് വേർ ഷുഡ് ദ റൈറ്റർ മെൻഷൻ ഹിസ് ഓർ ഹെർ നെയിം. അപ്പോൾ ഇനി ഇതിലേതാ പറയുന്നത്, ആർട്ടിക്കിൾസിനെ കുറിച്ചിട്ടാണ്. വൈൽ റൈറ്റിംഗ് ആർട്ടിക്കിൾസ് എഴുതുമ്പോൾ അത് എഴുതുന്ന ആളെയാണ് നമ്മൾ റൈറ്റർ അല്ലേ. ആ ഒരു റൈറ്ററിൻ്റെ നെയിം മെൻഷൻ ചെയ്യുന്നത് എവിടെയാണെന്നാണ്. അപ്പോൾ എന്താണ് ആ ഒരു മെൻഷൻ ചെയ്യുന്നത് എവിടെയാണ്, ബൈ ലൈനിലാണ് കേട്ടോ അത് മെൻഷൻ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത്, എക്സ്പ്രഷൻ ഓഫ് താങ്ക്സ് ഈസ് റിട്ടൺ ഇൻ വൈസ് ടൈപ്പ് ഓഫ് റൈറ്റിംഗ്. അപ്പോൾ എന്താണ് എക്സ്പ്രഷൻ ഓഫ് താങ്ക് പറയുന്നതുണ്ടല്ലോ, താങ്ക് യു എന്നൊക്കെ പറയുന്നത്, അത് ഏത് തരത്തിലുള്ള, ഇത് എക്സ്പ്രസ് ചെയ്യുന്നത് ഏത് റൈറ്റിങ്ങിലാണെന്നാണ്, എന്ത് കാര്യം എഴുതുമ്പോഴാണ് അത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫോർമൽ റൈറ്റിംഗ് അല്ലെങ്കിൽ ലെറ്റർ റൈറ്റ് ചെയ്യുമ്പോഴൊക്കെയാണ് എക്സ്പ്രഷൻ ഓഫ് താങ്ക്സ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ തന്നെ എഴുതാൽ മതി, ഫോർമൽ റൈറ്റിംഗ് ഓർ ലെറ്റർ റൈറ്റിങ്ങിൽ. ഓക്കെ, ഹലോ സ്റ്റുഡൻസ്. അപ്പോൾ നമുക്ക് ആർട്ടിക്കിൾ റൈറ്റിങ്ങിൽ നമ്മൾ സെക്ഷൻ ഡിയിൽ വരുന്നത് ചില ഫോർമൽ റൈറ്റിങ്സ് എഴുതാൻ വേണ്ടിയിട്ടാണ്. അതിൽ ലെറ്റേഴ്സ് നമ്മൾ നോക്കുന്നുണ്ട്, ഇപ്പം ഇമെയിൽസ് എങ്ങനെ നോക്കുന്നത്, അതിൻ്റെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടുന്ന് പരിചയപ്പെടുന്നുണ്ട്. അപ്പം എല്ലാത്തിൻ്റെയും ഒരു നോർമൽ ഫോർമാറ്റ് പറഞ്ഞുതരാം. അതിൻ്റെ ഉള്ളിൽ എഴുതേണ്ട കണ്ടൻസ് അത് നിങ്ങൾ തന്നെ എഴുതണം കേട്ടോ, എഴുതി പഠിക്കേണ്ടതായിട്ടുണ്ട്. കാരണം എല്ലാത്തിനും വ്യത്യസ്ത ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. പക്ഷേ നിങ്ങൾക്ക് ആ ഒരു ഫോർമൽ ലെറ്ററിൻ്റെ ആ ഒരു മോഡൽ നിങ്ങൾ എഴുതി വെച്ചതാണെങ്കിൽ ആ ഒരു മാർക്കെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ 3 മാർക്കിൽ 1 മാർക്കെങ്കിലും കിട്ടാം അല്ലേ. ആ ഒരു ലെറ്ററിൻ്റെ കോണ്ടൻറ്റ് നിങ്ങൾ എഴുതിയിട്ടില്ലെങ്കിലും കോണ്ടൻറ്റ് എഴുതാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ആ ഒരു നിങ്ങൾക്ക് അത്രയ്ക്കും അറിഞ്ഞില്ലെങ്കിൽ എന്താണോ ആ ക്വസ്റ്റ്യനിലുള്ളത് ജസ്റ്റ് അവർ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒന്ന് നിങ്ങളുടെ വേർഡ്സിലാക്കിയിട്ട് എഴുതി കൊടുത്താൽ മതി കേട്ടോ, ബോഡി പാരഗ്രാഫിൽ. അപ്പോൾ അതെങ്ങനെ എഴുതുന്നതിന് നമുക്ക് നോക്കാം. ഒന്ന് ഇവിടെ ഒരു ഫോർമൽ ലെറ്റർ എഴുതുന്നതാണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ അഡ്രസ്സ് എഴുതുന്ന ആൾക്കാരുടെ നിങ്ങൾ ശരിക്കുള്ള നെയിമൊന്നും കൊടുക്കണമെന്നൊന്നും പറയുന്നില്ല കേട്ടോ. ഇപ്പം സ്റ്റുഡൻസ് ആയിട്ട് അവരിപ്പം ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നിങ്ങളൊരു സ്റ്റുഡൻ്റാണെന്ന് വിചാരിക്കുക, ഈ ഒരു XYZ സ്കൂളിൽ പഠിക്കുന്നത്. അപ്പം നിങ്ങൾ ആൾക്ക് വേണ്ടി മുനിസിപ്പൽ സെക്രട്ടറിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കമ്മീഷണർക്ക് വേണ്ടിയിട്ട് എഴുതുന്ന ഒരു ലെറ്റർ, എന്തിനാണ് നമ്മുടെ റോഡിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ട്, സ്കൂൾ റോഡിൻ്റെ. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ലെറ്റർ ആണെങ്കിൽ എവിടെ എഴുതേണ്ടത്, XYZ സ്കൂളിലെ സ്റ്റുഡൻസ് പറഞ്ഞിട്ട് എഴുതാം. പിന്നെ അതിൻ്റെ ഡേറ്റ് കൊടുക്കണം കേട്ടോ. ആ ഒരു അഡ്രസ്സ്, ഫ്രം അഡ്രസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡേറ്റാണ് കൊടുക്കേണ്ടത്. ഇതേപോലെ തന്നെ കൊടുക്കണം എന്നൊന്നുമില്ല, 5/10
2025 അങ്ങനെ എഴുതിയാലും മതി. ഡേറ്റ് കൊടുക്കുക. ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കണ്ട, ജസ്റ്റ് ഈ ഒരു ഡേറ്റ് മാത്രമായിട്ട് കൊടുക്കുക. പിന്നെ റിസീവേഴ്സ് നെയിം അല്ലേ, നമ്മളിപ്പം മുനിസിപ്പൽ കമ്മീഷണർക്കാണ് ഏതെങ്കിൽ അത് കൊടുക്കുക. മുനിസിപ്പാലിറ്റി ഏതാണ് അതിൻ്റെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓൺ വേർഡ്സിൽ ഉണ്ടാക്കി എഴുതാം, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇനി നെക്സ്റ്റ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ട് എന്താണോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, കംപ്ലയിൻറ്റ് റിഗാർഡിങ് പുവർ കണ്ടീഷൻ ഓഫ് റോഡ്സ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സബ്ജക്റ്റ് എഴുതുക. അത് ആ ഒരു നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ അത് മാറ്റി മറിച്ച് അങ്ങോട്ടേക്ക് എഴുതി കൊടുത്താൽ മതി. പിന്നെ നിർബന്ധമായിട്ട് നോക്കണം സാലുറ്റേഷൻ അല്ലെങ്കിൽ ഗ്രീറ്റിങ്സ്, ഡിയർ സാർ അല്ലെങ്കിൽ ഡിയർ മാഡം എന്ന് എഴുതാൻ മറക്കരുത് കേട്ടോ. അത് എഴുതണം. അത് എഴുതി കഴിഞ്ഞാലാണ് നെക്സ്റ്റ് വരുന്നത് ബോഡി ഓഫ് ദ ലെറ്റർ. പിന്നെയാണ് മെയിൻ കാര്യങ്ങൾ എഴുതേണ്ടത്. ഈ ഒരു സെക്ഷനിലാണ് നമ്മൾ എന്താണോ അതിൻ്റെ ഉള്ളടക്കം വരുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ 3 പാർട്ടായിട്ടാണ് ഇതിനെ തിരിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ, പിന്നെ ഒരു മെയിൻ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള അവസാനം കൺക്ലൂഷൻ. ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താ ഫസ്റ്റ് ഇൻട്രൊഡക്ടറി പാർട്ടിൽ ഇതാ ഐ ആം റൈറ്റിംഗ് ടു ബ്രിങ് ടു യുവർ അറ്റൻഷൻ ദി പുവർ കണ്ടീഷൻ ഓഫ് ദി റോഡ്സ്, അല്ലെങ്കിൽ ഐ ആം റൈറ്റിംഗ് എന്ന് വെച്ചിട്ട് നമുക്കത് ഇൻട്രൊഡക്ഷൻ തുടങ്ങാം. ഓക്കെ. അപ്പോൾ പിന്നെ മെയിൻ കണ്ടന്റ് എന്താണോ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ആ കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ഓൺ വേർഡ്സിലായിട്ട് എഴുതി കൊടുക്കുക. നിങ്ങൾക്ക് അപ്പം തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതി നോക്കാം കേട്ടോ. നോർമൽ ഫോർമാറ്റിന് അതൊരു മാർക്ക് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ അവസാനം വരുന്നത് എന്തായിരിക്കും, കൺക്ലൂഷൻ ആയിരിക്കും. അപ്പം വി ഹോപ്പ് എന്ന് പറഞ്ഞിട്ട് പറയാം നമുക്ക്, വി ഹോപ്പ് ഫോർ എ പ്രോംപ്റ്റ് റെസ്പോൺസ് ആൻഡ് ഇമ്മീഡിയറ്റ് ആക്ഷൻ ഓൺ ദിസ് മാറ്റർ എന്ന് പറഞ്ഞിട്ട് നമുക്കിതിനെ അവസാനിപ്പിക്കുകയും ചെയ്യാം. ഓക്കെ. ഇനി ലാസ്റ്റ് ക്ലോസിങ് ചെയ്യുന്നതാണ്. ലാസ്റ്റ് ക്ലോസിങ് ചെയ്യുമ്പോഴെന്താണ് യു ആർ സിൻസിയർലി എന്ന് പറഞ്ഞിട്ട് സൈൻ ചെയ്യുക കേട്ടോ. നെയിം ആൻഡ് ഡെസിഗ്നേഷൻ കൊടുക്കാം. നിങ്ങളുടെ പേരും ഇതും കൊടുത്തിട്ട് ഡെസിഗ്നേഷനും കൊടുത്തിട്ട് എന്താണ് ഡെസിഗ്നേഷൻ, ഇപ്പോൾ സ്റ്റുഡൻസ് ആണെങ്കിൽ ഡെസിഗ്നേഷൻ ഉണ്ടാവില്ല. ഇതിപ്പം എന്താണ് XYZ സ്കൂളിലെ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ഇനി നിങ്ങളുടെ സൈനും കൂടെ കൊടുക്കുന്ന രീതിയിലേക്ക്. അപ്പോൾ ഇതാണ് ഫോർമൽ ലെറ്ററിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഇനി ചിലപ്പം ഇൻ കേസ് ഇമെയിൽ എങ്ങനെ ചെയ്യണം എന്ന് അവർ ചോദിക്കാം. ഇമെയിൽ ചെയ്യുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ നോക്കേണ്ടത്, ഇമെയിൽ ഷോർട്ട് ആൻഡ് സിമ്പിൾ ആണ് കേട്ടോ. ലെറ്ററിനെ പോലെ കുറച്ചധികം ബോഡി പാരഗ്രാഫ് അങ്ങനെ ഒന്നുമില്ല, ചെറിയ ഷോർട്ടായിട്ടാണ് എപ്പോഴും ഇമെയിൽ കമ്പോസ് ചെയ്യുക. നമ്മൾ ഇതിൽ ഡേറ്റ് കൊടുക്കും ഫസ്റ്റ്, പിന്നെ ഫ്രം കൊടുക്കുമ്പോൾ സെൻഡറിൻ്റെ, അതായത് നമ്മളാണ് ചെയ്യുന്നതെങ്കിൽ നമ്മളുടെ ഇമെയിൽ ID @gmail.com എന്ന് പറഞ്ഞിട്ടില്ലേ, ആ ഒരു ഇമെയിൽ ID ആണ് കൊടുക്കേണ്ടത്. പിന്നെ റിസീവർ ആർക്കാണോ അത് കിട്ടേണ്ടത് അവരുടെ, അതാണ് റിസീവർ എന്ന് പറയുന്നത്, അവരുടെ ഇമെയിൽ ID. ഇവിടെയും സബ്ജക്റ്റ് കൊടുക്കണം, എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ഇമെയിൽ റൈറ്റ് ചെയ്യുന്നത്. പിന്നെ സാലുറ്റേഷൻ, ഡിയർ റെസ്പെക്റ്റഡ് ഫ്രണ്ട് അല്ലെങ്കിൽ സാർ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം നമുക്കിതിന്. ഇനി അതിൻ്റെ ബോഡി മെയിൽ, ആ ഒരു ഇമെയിലിൻ്റെ ബോഡി എങ്ങനെ വരണോ ഇതേപോലെ ഇൻട്രൊഡക്ഷൻ വേണം. പിന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു മാറ്റർ, പിന്നെ കൺക്ലൂഷൻ. ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. അവസാനം ക്ലോസ് ചെയ്യുന്നത് എങ്ങനെയാണ്, താങ്ക്സ് ആൻഡ് റിഗാർഡ്സ് എന്ന് പറഞ്ഞിട്ട് ലെറ്ററിൽ സിൻസിയർലി അല്ലെങ്കിൽ ഫെയ്ത്ത്ഫുള്ളി എന്നായിരിക്കും ലാസ്റ്റ് നമ്മൾ എഴുതുന്നത്. എന്നിട്ട് നമ്മുടെ പേരും സൈനുമാണ് ഇടുന്നത്. അപ്പം എന്താണ് ഇവിടെ എന്താണ് എക്സാമ്പിൾ താങ്ക്സ് ആൻഡ് റിഗാർഡ്സ് എന്ന് മാത്രമാണ്. ഒന്നെങ്കിൽ താങ്ക്സ് അല്ലെങ്കിൽ റിഗാർഡ്സ് എന്നാണ് നമ്മൾ കൊടുക്കേണ്ടത്. അവസാനം നമ്മളുടെ പേരും നമ്മളുടെ ഡെസിഗ്നേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോലി സംബന്ധമായിട്ട് നമ്മുടെ പൊസിഷൻ, നമ്മൾ ഏത് പൊസിഷനിലായിരിക്കുന്ന ആ ഒരു രീതിയിൽ. ഡെസിഗ്നേഷൻ വേണമെന്നില്ല, ഇനിയിപ്പോൾ സെൻറ്റൻസ് നെയിം അത് മാത്രം മതി. അപ്പോൾ ഇതിൽ ഇമെയിലും ലെറ്ററും ഞാൻ പറഞ്ഞു തന്നു. അപ്പോൾ ഇത് നിങ്ങൾ എങ്ങനെ എഴുതേണ്ടതെന്ന് തീം തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. പക്ഷെ അതിന് പുറമെ ഇതിൻ്റെ ഈ ഒരു സ്ട്രക്ചർ നിങ്ങൾ മനസ്സിൽ വെക്കണം. ഇനി നിങ്ങളോട് ആർട്ടിക്കിൾ റൈറ്റിംഗ് എങ്ങനെയാണെന്ന് ചോദിക്കും. ആർട്ടിക്കിൾ റൈറ്റ് ചെയ്യുമ്പോൾ എന്താണ്, ഒരു ആർട്ടിക്കിൾ റൈറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ ഇത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ്റെ ഭാഗമായിട്ടും വരാം. ഓക്കെ. റൈറ്റിംഗ് സ്കിൽസിൽ സെക്ഷൻ Dയിൽ ചിലപ്പം ഇത് നമുക്ക് 3 മാർക്കിന് ഇങ്ങനെ എൻ്റയർ ആയിട്ട് എഴുതാനോ അല്ലെങ്കിൽ ഓപ്ഷൻ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് പ്രതീക്ഷിക്കേണ്ടത് കേട്ടോ. എവിടെ നിന്നാണെങ്കിലും നല്ല രീതിയിൽ എഴുതാൻ, ആ ഒരു ഫോമാറ്റിൽ എഴുതിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ പഠിച്ചോളാം. ഇനി ടൈറ്റിൽ ഓഫ് ദി ആർട്ടിക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് റൈറ്റേഴ്സ് നെയിം എഴുതണം. പിന്നെ ബോഡി അല്ലേ, അതിൻ്റെ കോണ്ടൻറ്റ് എഴുതേണ്ടതാണ്. അതിൽ മെയിൻ പാർട്ട് ഓഫ് ദി ആർട്ടിക്കിളിൻ്റെ മെയിൻ പാർട്ട് എഴുതണം കേട്ടോ. ഇനിയിപ്പം ഇൻട്രൊഡക്റ്റീവ് പാരഗ്രാഫ് ഉണ്ടാവും അതിന്, പിന്നെ ഒരു ഡിസ്ക്രിപ്റ്റീവ് പാരഗ്രാഫ് ഉണ്ടാവും. അപ്പോൾ ഇൻട്രൊഡക്ടറി പാരഗ്രാഫിൽ എന്താണോ നിങ്ങൾ എഴുതുന്ന തീം നിങ്ങളോട് ചോദിച്ചിരിക്കുന്ന ആ കാര്യങ്ങൾ എഴുതാം. പിന്നെ അതിനെ കുറച്ചും കൂടി ഇലോബറേറ്റ് ചെയ്തിട്ടാണ് ഡിസ്ക്രിപ്റ്റീവ് പാരഗ്രാഫ് വരുന്നത്. പിന്നെ എന്തെങ്കിലും അഡീഷണൽ ഇൻഫർമേഷനും വേണ്ടതാണെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ എഴുതാം. പിന്നെ ഒരു കൺക്ലൂഷനും കൂടെ എഴുതാം. അപ്പോൾ ഇത്രയും ആർട്ടിക്കിൾ റൈറ്റിങ്ങിൽ വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ ഒന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു സെക്ഷൻ Dന്ന് പഠിക്കാനുള്ള കാര്യങ്ങൾ. സാമ്പിൾ ക്വസ്റ്റ്യനിൽ കുറച്ചധികം കൂടെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് വർക്കൗട്ട് ചെയ്യാം. എനിവേ താങ്ക് യു. നമ്മുടെ ഈ ഒരു
ഇംഗ്ലീഷിൻ്റെ കുറച്ചധികം ക്വസ്റ്റ്യൻസ് സെക്ഷൻ വൈസ് ആയിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ഓപ്ഷണൽ മോഡ്യൂളിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും. അതിൻ്റെ ജസ്റ്റ് ഒരു PDF ഇട്ടുതരാം. നിങ്ങൾക്ക് പറ്റുന്നതാണെങ്കിൽ നോക്കാം, അല്ലെങ്കിൽ നോർമൽ ചാപ്റ്റേഴ്സ് എന്നുള്ള ക്വസ്റ്റ്യൻസ് മാത്രം അറ്റൻഡ് ചെയ്ത് പോയാൽ മതി. അപ്പോൾ ഓപ്ഷണൽ മോഡ്യൂൾ ഫസ്റ്റ് നിന്നായിരിക്കും കേട്ടോ, റിസപ്ഷനിസ്റ്റ്. അഥവാ ഇൻ കേസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റിസപ്ഷനിസ്റ്റ് വരുന്ന ഓപ്ഷണൽ മോഡ്യൂളിൽ നിന്ന് ഫസ്റ്റ് വേണം നിങ്ങൾ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ചോദിക്കും. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ ലോജിക്ക് യൂസ് ചെയ്തിട്ട് അത് MCQ ഒന്ന് ടിക്ക് ചെയ്ത് പോവാം. ഇൻ കേസ് ശരിയാവുന്നതാണെങ്കിൽ ഓക്കെയാണ്. നോർമൽ മൊഡ്യൂളിൽ നിന്ന് ഒരു പാസ്സാവാനുള്ള മാർക്ക് ഏൺ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഓപ്ഷണൽ മൊഡ്യൂൾ നടക്കുള്ളൂ. അപ്പോൾ അത് അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് അല്ല. എന്നിരുന്നാലും നോർമൽ മൊഡ്യൂൾസ് കാര്യങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു പോകണം. ഓക്കെ.